പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. സ്കോർലൈൻ കേരള വുമൻസ് ലീഗിന്റെ 28ാമത് മത്സരത്തിലേക്ക് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് നിങ്ങളെ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മത്സരത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇപ്പോൾ ഈ ടൂർണമെന്റിൽ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പുരോഗമിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം 9 മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ 27 പോയിന്റോടെ ഗോകുലം കേരള 1ാം സ്ഥാനം കരസ്ഥമാക്കി കഴിഞ്ഞു. 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ഡോൺ ബോസ്കോ FA, ട്രാവൻകൂർ റോയൽസ് ഫുട്ബോൾ ക്ലബ്, കേരള യുണൈറ്റഡ് FC അവരുടെ പോയിന്റ് നില: ഡോൺ ബോസ്കോ 8 കളിയിൽ നിന്ന് 16 പോയിന്റ്, ട്രാവൻകൂർ റോയൽസ് 8 കളികളിൽ നിന്ന് 15 പോയിന്റ്, കേരള യുണൈറ്റഡ് 9 കളികളിൽ നിന്ന് 14 പോയിന്റ്. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം തീർച്ചയായും ഒരു 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള വാശിയേറിയ മത്സരമായിരിക്കും. ഡോൺ ബോസ്കോയെ സംബന്ധിച്ച് പറഞ്ഞാൽ കടത്തനാട്ട് രാജ്യവുമായി നടന്ന അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് പോകാം. ഡോൺ ബോസ്കോ FA, ജേഴ്സി നമ്പർ 3 അഞ്ജലി, ജേഴ്സി നമ്പർ 5 അതുല്യ KV, ജേഴ്സി നമ്പർ 6 ശ്രീലക്ഷ്മി, ജേഴ്സി നമ്പർ 7 നാദിയ നിഗത്, ജേഴ്സി നമ്പർ 8 കാർത്തിക S, ജേഴ്സി നമ്പർ 11 മേഘന, ജേഴ്സി നമ്പർ 13 പ്രദീപ, ജേഴ്സി നമ്പർ 14 ആര്യ, ജേഴ്സി നമ്പർ 21 കീർത്തന ഗോൾ കീപ്പർ, ജേഴ്സി നമ്പർ 26 തീർത്ഥലക്ഷ്മി, ജേഴ്സി നമ്പർ 37 നിഖില. ഇന്ന് നമുക്ക് അവരുടെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരി സംഗീതയെ കാണുന്നില്ല, അതിന് പകരം നിഖിലയെ കാണാം. അവരുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ ഗോൾ കീപ്പർ ഗുഡു കുമാരി, ജേഴ്സി നമ്പർ 1, ജേഴ്സി നമ്പർ 15 സൗപർണിക, ജേഴ്സി നമ്പർ 17 മായ ലക്ഷ്മി, ജേഴ്സി നമ്പർ 19 സോന, ജേഴ്സി നമ്പർ 25 ശ്രീലക്ഷ്മി, 29 ശിശിര, 40 മോനിഷ, 42 മാനസി, 44 പ്രവീണ ഷാജി. ഹെഡ് കോച്ച് ബെന്റില ഡിക്കോത്ത്. ട്രാവൻകൂർ റോയൽസ് അവരുടെ ആദ്യ 11-ൽ ജേഴ്സി നമ്പർ 2 വിനോദിനി, ജേഴ്സി നമ്പർ 5 താമരൈ സെൽവി, ജേഴ്സി നമ്പർ 6 വെമ്പരസി, ജേഴ്സി നമ്പർ 7 ക്രിസ് മരിയ സജു, ജേഴ്സി നമ്പർ 11 സന്ധ്യ, ജേഴ്സി നമ്പർ 13 വിജയലക്ഷ്മി, ജേഴ്സി നമ്പർ 16 എലാക്കിയ, ജേഴ്സി നമ്പർ 17 മനോലിയ, ജേഴ്സി നമ്പർ 24 സംഗീത ഗോൾ കീപ്പർ, ജേഴ്സി നമ്പർ 31 അശ്വതി, ജേഴ്സി നമ്പർ 34 കാജോൽ ദേവഗൺ. ഇവിടെയും നമുക്ക് ഒരു മാറ്റം കാണാം, സരിതയെ കാണുന്നില്ല. ജേഴ്സി നമ്പർ അവരുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ ജേഴ്സി നമ്പർ 4 ശിവശങ്കരി, ജേഴ്സി നമ്പർ 10 കമാലി, ജേഴ്സി നമ്പർ 15 ആരതി, ജേഴ്സി നമ്പർ 18 ബാലസുധ, ജേഴ്സി നമ്പർ 20 കലൈമതി, ജേഴ്സി നമ്പർ 21 കൃഷ്ണപ്രിയ, ജേഴ്സി നമ്പർ 28 പുരാനി, 33 പി രേഷ്മ, 35 അശ്വനി MR. ഹെഡ് കോച്ച് പ്രകാശ് കുമാർ. മത്സരത്തിന്റെ ഫോർമാലിറ്റികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ മത്സരത്തിലെ മാച്ച് ഒഫീഷ്യൽസ്: റഫറി ഫഹദ് യൂസഫ്, അസിസ്റ്റന്റ് റഫറി 1 മുസമ്മിൽ KM, അസിസ്റ്റന്റ് റഫറി 2 ജ്യോതിഷ് PM, ഫോർത്ത് ഒഫീഷ്യൽ ഷൈബിൻ PS, മാച്ച് കമ്മീഷണർ ആൻഡ് റഫറി അസസർ ശശി കുമാർ സുകുമാരൻ. കമന്റേറ്റേഴ്സ് മൈസെൽഫ് K രവീന്ദ്രൻ, എന്നോടൊപ്പം ഇന്ന് ഇംഗ്ലീഷ് കമന്റേറ്റർ സോഹൻ പൊദാർ. പതിവ് പോലെ മിസ്റ്റർ സോഹൻ പൊദാർ, വെൽക്കം ടു 28th match of Scoreline Kerala Women's League. Yeah, good evening, Mr. Ravi. And hello and a very warm welcome to all our viewers. And only a point separates Don Bosco Football Academy and Travancore Royals in what is a vital clash for the top two today in the Scoreline Kerala Women's League 2021. And they come together for the first time in what promises to be an entertaining match at the Municipal Corporation Stadium in Thrissur.
and encapsulating the mood in the Don Bosco FA camp. And everyone in the dressing room is really pumped up and boosted for this match. They got to avoid taking any pressure upon themselves and following the coach's instructions to continue training properly and perform well as they have done so far in the competition. And Travancore Royals, the side in red and yellow, and Don Bosco Football Academy in green and black. Travancore Royals have prepared for this particular match with a 5-0 win over Kadathanad Raja Football Academy. And Don Bosco on the flip side lost to Gokulam Kerala 3-0. They will be playing their last match of the season against Gokulam Kerala on Monday. Reflecting on the competition, the quality in the last few matches in the competition has been really good, and expecting that the level will be just as good, if not better, as we get closer to the business end. Travancore Royals FA are taking the quality of their opposition into account in their preparation for each match, and it will be the same against Don Bosco Football Academy as well, who will also compete really hard for the win, I'm sure. Sarita, she is missing due to injury. Santhia, the number 11, also put up her weight behind her team and stated that their self-belief and motivation is one of their biggest assets. Playing in the tournament for the first time, the team has shown a lot of character. The self-belief and self-motivation shown by the players is really incredible, and they are ready to fight for every ball and for every point. And there is a very positive environment in the dressing room. A referee blows the whistle, and Don Bosco Football Academy and Travancore Royals live from the municipal ground, and looks like a fine day for football. But whether the result will be the same, whether the entertainment will be the same, remains to be seen here. Both the teams on the back of wins in the previous fixture against the top side. Can they retain that momentum and finish into the top two? Don Bosco Football Academy, ruthless at time and wasteful as well. Which version are we going to see this evening? Kickoff Justin Tissot. This is the second game of the day. In the previous game, Kerala United playing a 1-1 stalemate against Kadathanad Raja Football Academy. And now Don Bosco Football Academy trying to make progress down the left-hand side. The ball has been snatched away by the team in red and yellow. And here's Santhia. Minolia is making an interesting run down the left channel. Not so much on that pass. And Nadia Nigat is on the ball. Getting close to her is Kajol Devgan. She will be keeping a very close eye on the Kashmiri player who has scored a couple of goals in this competition. Become a regular starter of late for a team. Was on the bench and earlier on during first leg. പ്രിയ പ്രേക്ഷകരെ, ആദ്യ മത്സരത്തിൽ 3-1 എന്ന നിലയിൽ ഡോൺ ബോസ്കോയെ പരാജയപ്പെടുത്തിയ ട്രാവൻകൂർ റോയൽസിനെതിരെ ഇന്ന് തീർച്ചയായും ഒരു വിജയം ഡോൺ ബോസ്കോയ്ക്ക് അനിവാര്യമാണ്. അവർക്കിടെ രണ്ടാം സ്ഥാനം നിലനിർത്തണമെങ്കിൽ തീർച്ചയായും ഇന്നൊരു വിജയം അവർക്ക് അനിവാര്യമാണ്. അവർക്ക് ഈ ടൂർണമെന്റിൽ 16 പോയിന്റുകൾ മാത്രമാണുള്ളത്. തൊട്ടുപുറകെ 15 പോയിന്റോടെ ട്രാവൻകൂർ റോയൽസ്. തീർച്ചയായും ആദ്യ പാദ മത്സരത്തിൽ അപ്രതീക്ഷിത പരാജയം എന്ന് തന്നെ പറയാം. എല്ലാ മത്സരങ്ങളും വിജയിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന 3 മത്സരങ്ങളും വിജയിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന അവർക്ക് ട്രാവൻകൂർ റോയൽസിൽ നിന്നും ഒരു അപ്രതീക്ഷിത പരാജയമാണ് ഉണ്ടായത്. അതിനുശേഷം കേരള യുണൈറ്റഡുമായി അവർക്ക് ഒരു മത്സരം ഡ്രോ പോകേണ്ടി വന്നു. അത് അവരുടെ മത്സരഫലങ്ങളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഒരു ഡോൺ ബോസ്കോയുടെ അറ്റാക്ക്, ഗോൾ കീപ്പർ സംഗീത ട്രാവൻകൂർ റോയൽസിന് വേണ്ടി വളരെ നിർണായകമായ മത്സരം ഈ ടൂർണമെന്റിലെ എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഈ ടൂർണമെന്റിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടെ രണ്ട് ടീമുകളും ഈ മാച്ചിനെ സമീപിക്കുന്നുണ്ട്.
അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് കുറച്ചു നേരത്തെ നമ്മൾ വിഷ്വൽസിൽ കണ്ടു. ഡോൺ ബോസ്കോയിലെ വൈദികരടക്കുന്ന ഒരു വലിയ സംഘം ഇന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട് മത്സരം വീക്ഷിക്കാൻ. അവർ ഈ ടൂർണമെന്റിനെ എന്ന് മാത്രമല്ല ഈ സ്പോർട്ടിനെ എത്രത്തോളം ഗൗരവമായാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്രത്തോളം താല്പര്യം ഡോൺ ബോസ്കോ പ്രസ്ഥാനം ഈ ഫുട്ബോൾ ടൂർണമെന്റിന് നൽകുന്നു. Both the teams really imposing themselves on the ball. As you can see, both of them battling for it is something very refreshing to see. Travancore Royals making their intentions very clear right from the word go. They're not gonna allow space to Don Bosco Football Academy to work the ball around freely. That ball lofted into the box. A chance for a header. It's a tame one from Padipa. Goalkeeper Sangeeta gets onto it. Look at that. It was a tame header. Both the teams with equal number of victories in the competition, 5. But only just Travancore Royals. They lost a game more than Don Bosco. Don Bosco drew 0-0 against Kerala United. That is the point which is separating the two teams so far. As the race for the top two, the race for the second spot started to intensify, and this game will decide which team gonna have upper hand in terms of finishing second in the score line. Kerala will step into the final match day, which is going to be played on Monday. Let me remind the viewers, due to the spike in the COVID-19 cases, the Ramco Kerala Premier League matches from tomorrow onwards has been postponed for 15 days. And earlier in the day, we had a double header in the Kerala Premier League in Ernakulam. Kerala United beating Kerala Blasters 2-0, and at the EMS Corporation Stadium in Kozhikode, SAT defeated Wayanad United by 1-0. And now Don Bosco trying to make inroads. It's gonna be a long shot. Can Nadia get on the end of it? But she was offside. And now Minolia. 8 goals for her. And Minolia puts it into the middle. An easy clearance for the Thulia. മത്സരം 7ാമത് മിനിറ്റിലേക്ക് പുരോഗമിക്കുമ്പോൾ വളരെ നല്ല നീക്കങ്ങളാണ് രണ്ട് ഭാഗത്തേക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം രണ്ട് ടീമിനെ സംബന്ധിച്ചും ഈ മാച്ച് വളരെ നിർണായകം. ഡോൺ ബോസ്കോയുടെ ഒരു ശ്രമം അത് ത്രോയിനിൽ കലാശിക്കുന്നു. ത്രോയിൻ ക്രിസ് മരിയ ഡിഫൻസിൽ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു കളിക്കാരി. തൃശൂർ സ്വദേശിനിയാണ്. ബോള് പുറത്തേക്ക് അടിച്ചു കളഞ്ഞ് അപകടം ഒഴിവാക്കുന്ന കാജോൾ ദേവഗൺ, ജേഴ്സി നമ്പർ 34. ഹരിയാന സ്വദേശിനി. അതുപോലെ തന്നെ ട്രാവൻകൂർ റോയൽസിലെ ഭൂരിഭാഗം കളിക്കാരും തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള കളിക്കാരാണ്. വിനോദിനി, ജേഴ്സി നമ്പർ 2. വിനോദിനിൽ നിന്നും ത്രൂ പാസ്, വളരെ നല്ലൊരു മുന്നേറ്റം. വിജയലക്ഷ്മി ത്രൂ പാസ്, പക്ഷേ കൃത്യമായ ഇന്റർസെപ്ഷൻ. അതുല്യ, വിനോദിനി മിഡ്ഫീൽഡിൽ വളരെ നിറഞ്ഞു കളിക്കുന്ന ഒരു കളിക്കാരിയാണ്. ബോളുമായി മുന്നേറാനുള്ള വിജയലക്ഷ്മിയുടെ ശ്രമം. ഗോൾ കീപ്പർ കീർത്തനയിലേക്ക്, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഗോൾ കീപ്പർ. ലോങ് കിക്ക്. Both the teams, Mr. Ravi, missing their strikers. Travancore Royals is missing Sarita, and Don Bosco is missing Sangeeta Kumari in this game. Yes. This is very upset to both teams, no?
it's a coincidence. Both the teams Yeah. missing their primary strikers, their top goal scorers in this competition. Anyway, this is very crucial to both teams. രണ്ട് ടീമിനും നിർണായകമായ ഒരു മത്സരത്തിൽ രണ്ട് ടീമിന്റെയും പ്രധാനപ്പെട്ട കളിക്കാരികൾ അവർക്ക് നഷ്ടമായിരിക്കുന്നു. ഒന്ന് ഡോൺ ബോസ്കോയെ സംബന്ധിച്ച് സംഗീത ഇന്ന് ടീമിലില്ല. അതേപോലെ തന്നെ ട്രാവൻകൂർ റോയൽസിനെ സംബന്ധിച്ച് സരിത, അവരുടെ ജേഴ്സി നമ്പർ 9 ഇന്ന് ടീമിനോടൊപ്പമില്ല. ഇത്രയും മത്സരങ്ങൾ കണ്ട നമ്മൾക്ക് ഇത്തരം കളിക്കാരികളെ വളരെയധികം എടുത്തു പറയേണ്ടതുണ്ട്. വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ട് കളിക്കാരികളാണ് ഇരു ടീമിനും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ത്രോയിൻ, നാദിയ നിഗത്ത്, ജമ്മു കാശ്മീർ സ്വദേശിനി, വളരെ ആക്റ്റീവായി മിഡ്ഫീൽഡിൽ കളിക്കുന്ന ഒരു കളിക്കാരി. ഒരു കോർണർ കിക്കിൽ കലാശിക്കുകയാണ്. ഗോൾ കീപ്പർ സംഗീത തങ്ങളുടെ കളിക്കാരികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് കാണാം. തീർച്ചയായും ഡോൺ ബോസ്കോയെ സംബന്ധിച്ച് ഈ മത്സരം വിജയിക്കുക തന്നെ വേണം. കാരണം ആദ്യ പാദത്തിൽ 3-1 പരാജയത്തിന് ഒരു മറുപടി കൊടുക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ ഈ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ഈ മത്സരത്തിന്റെ പ്രാധാന്യം വളരെ വിലപ്പെട്ടതാണ്. അഞ്ജലി, ലോങ് കിക്ക്. വിനോദിനി കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. 6-7 കളിക്കാരികൾ ട്രാവൻകൂർ റോയൽസിന്റെ പെനാൽറ്റി ഏരിയയിൽ ഡിഫൻഡ് ചെയ്യുന്ന ഒരു കാഴ്ച. ത്രോയിൻ, ഇലാക്കിയ, നാദിയ നിഗത്ത്, വെമ്പരസി, മനോലിയ. നല്ല നീക്കങ്ങളോടെ എപ്പോഴും എതിരാളികൾക്ക് അപകടമായി തീരുന്ന ഒരു കളിക്കാരി. അതുപോലെ മിഡ്ഫീൽഡിൽ വിനോദിനി, വളരെ നല്ല രീതിയിൽ തന്നെ ശക്തയായ കളിക്കാരി. ബോള് അടിച്ചകറ്റുകയും എന്നാൽ ഇരു കൂട്ടരും ആദ്യ ടച്ചുകളിൽ തന്നെ ബോൾ മുന്നോട്ട് എത്തിക്കാനുള്ള ശ്രമമാണ്. അഞ്ജലി, ഒരു വിനോദിനി, മിനോലിയുടെ ലെഫ്റ്റ് ഫുട്ട്. നാദിയ നിഗത്ത്, അമൃത അരവിന്ദിനെയും ബെഞ്ചിലടിക്കോത്തെയും കാണാം. ഇന്നത്തെ മത്സരത്തിന്റെ പ്രാധാന്യം അവരുടെ ആക്ഷനുകളിൽ തന്നെ മനസ്സിലാക്കാം. രണ്ടുപേരും വളരെ പ്രഷറിലാണെന്ന് തോന്നുന്നു. Sohan, technical director and coach are in a very pressure mood, I think. Yeah, it's a very close game because just a point separating these two teams, and the team finishing second will get a prize money of rupees 50,000. Yes. Nadia Nigat, throw it. ലോങ് ത്രോ, കൃത്യമായി മുന്നേറ്റ നിരയിലേക്ക്. നല്ല രീതിയിലുള്ള ട്രാപ്പിംഗ്. വെമ്പരസി ബോളുമായി മുന്നോട്ട്, ത്രൂ പാസ് വിജയലക്ഷ്മി, പക്ഷേ അത് പ്രോപ്പറായി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അഞ്ജലിയുടെ ഇടപെടൽ. മിഡ്ഫീൽഡിൽ വിനോദിനി കൃത്യമായി ഇടപെടുന്ന ചില കാഴ്ചകൾ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ വെമ്പരസി, മിനോലിയ എന്നീ കളിക്കാർ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കളിക്കാരികളാണ്. ട്രാവൻകൂർ റോയൽസ് ഈ ടൂർണമെന്റിനെ വളരെ കാണാൻ നാദിയയുടെ ഒരു ശ്രമം.
വെമ്പരസിയും നാദിയും നല്ലൊരു ടേണിംഗ്, എത്ര മനോഹരം. അതിനുശേഷമുള്ള ലോങ് കിക്ക്. അഞ്ജലിയുടെ ലോങ് കിക്ക്. അഞ്ജലി ഒരു ഫ്രീ കിക്ക് ഗോൾ നേടിയിട്ടുണ്ട് ഈ ടൂർണമെന്റിൽ. വിജയലക്ഷ്മി, ക്രിസ് മരിയ സജു, തൃശൂർ സ്വദേശിനി. മെനോലിയ ബോളിന് വേണ്ടിയുള്ള ശ്രമം നാദിയ നികത്തുമായി. മുന്നേറ്റ നിരയിൽ ഇന്ന് സംഗീതയുടെ ജോലി മേഘനയിലേക്കാണ്. മേഘന ആദ്യ മത്സരങ്ങളിൽ കേരള യുണൈറ്റഡിനെതിരെ 89ാമത് മിനിറ്റിൽ ഗോൾ നേടി ടീമിനെ രക്ഷിച്ച കളിക്കാരി. കാണാം മുന്നേറ്റ നിരയിൽ പ്രദീപ, ജേഴ്സി നമ്പർ 13. ലോങ് കിക്ക്. ഗോൾ കീപ്പർ സംഗീത കൃത്യമായി കൈപ്പിടിയിൽ ഒതുക്കുന്നു. ബോളുമായി വളരെ വേഗതയിൽ പോകുന്ന മിനോലിയ, പക്ഷേ അത് കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു. വീണ്ടും വെമ്പരസി. വിജയലക്ഷ്മി ത്രൂ പാസിന് ഒരവസരവും കൊടുക്കാതെ കോട്ട പണിയുന്ന ഡിഫൻഡേഴ്സ് ഒരു കോമ്പാക്ട് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആര്യ വി, നാദിയ നികത്, കൃത്യമായ ഒരു ഡ്രിബിളിംഗ്. തീർത്ഥലക്ഷ്മിയെ കൃത്യമായി ഡ്രിബിൾ ചെയ്ത് മുന്നേറുന്ന നാദിയ നികത്തിനെ കാണാം നമുക്ക്. ഫ്രീ കിക്ക് ഒന്നുകൂടി. സംഗീത, ഹരിയാന സ്വദേശിനി. നാദിയയുടെ ത്രോയിൻ ഒരു കോർണറിന് വഴങ്ങി രക്ഷപ്പെടുന്ന ട്രാവൻകൂർ റോയൽസ്. കോർണർ. ഒരു റെഫറിയുടെ വിസിൽ, അതൊരു ഇഞ്ചുറിയാണ്. അശ്വതിയാണ് അവിടെ പരിക്ക് പറ്റിയിരിക്കുന്നത്. അശ്വതി പി, ക്ഷമിക്കണം. Don Bosco Football Academy seem to have won the midfield battle so far in terms of creating and defending. They look the better side, at least in the first quarter, even though first 5 minutes Don Bosco and Travancore Royals were even Stevens. But the last 2-3 minutes Don Bosco seemed to be coming onto their own. Yes, Mr. Ravi. You just see two persons. One is George Kanyu Parambil and another priest. I forget his name. Today, many of the priests and their people are here in Trichur from Don Bosco. Yeah, just to support their side. Yes. They know a top two finish is very much within their grasp. But before that, they'll have to convert the set piece opportunity, which Nadia Nigat is getting ready to deliver. It's a good one, a flat delivery. But this could be a break for Travancore Royals. Vijay Lakshmi, Santhia plays it to the left for Minolini. Ahead of her is Vijay Lakshmi continuing her run. Anjali covering her. Excellent body shielding from Anjali. She successfully shields the ball out of play. I think a foul has been committed on her as well. Only change. Bala Sudha coming in for Ashwati. No, Sona. Jersey number 19, is it? Or 18? I think jersey number Sona. 18, Bala. 19, Sona, Don Bosco. Yeah, done jersey number 19 is Sona.
Minolia, she keeps going, and now she gets a yard to cross it in. In comes the cross, headed down into the path of Vijay Lakshmi. She is dispossessed of the ball by Nadia Nigat. That was a very clean challenge from the Kashmiri player, who is also an AFCC license holder. Was the assistant coach of Lone Star Kashmir. Anjali, who moves it forward. A great ball trying to get in behind is Vijay Lakshmi. She might win the physical battle. Goalkeeper comes out bravely. That is Sangeeta. That is Kirthana of Don Bosco. Let's have a look. A sloppy defending by the number 8 Karthika. Kirthana was very alert to the danger. വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ഗോൾ കീപ്പറാണ് കീർത്തന. ഊർജ കപ്പിൽ ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡ് നേടിയ കളിക്കാരി. തൃശൂർ ടീമിന് വേണ്ടി വിജയം, സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വിജയം കൊണ്ടുവന്ന കളിക്കാരി. കഴിഞ്ഞ മത്സരത്തിൽ ഗോകുലത്തിനെതിരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. 72 മിനിറ്റ് വരെ ഗോകുലത്തിനെ ഗോളടിക്കാതെ പിടിച്ചു നിർത്തിയ മിടുക്ക് കീർത്തനയുടെയും കൂടിയതായിരുന്നു. ഒരു ശ്രമം, സംഗീത മുന്നോട്ട് കയറി ബോള് കൈപ്പിടിയിൽ ഒതുക്കുന്നു. മേഘന, പ്രദീപ തുടങ്ങി 2 കളിക്കാരികളെ മുന്നിൽ നിർത്തി കളിക്കുന്ന ഡോൺ ബോസ്കോ 4-4-2 എന്ന രീതിയിലാണ് കളിക്കുന്നത്. മിഡ്ഫീൽഡിൽ നിന്നും ത്രൂ പാസിനുള്ള ശ്രമം. മനോലിയ ഗൂഡല്ലൂർ സ്വദേശിനിയാണ്, വില്ലുപുരം സ്വദേശിനിയാണ്. തീർത്ഥലക്ഷ്മി, മനോലിയ വളരെ വേഗതയാർന്ന കളിക്കാരി. ഇടതുവശത്തുകൂടെ വളരെ വേഗതയിൽ മുന്നേറുന്ന ഒരു കളിക്കാരിയാണത്. സന്ധ്യ, വിനോദിനി, ബോളുകൾ കൈമാറിക്കൊണ്ടുള്ള കളി. നല്ലൊരു അവസരം. വളരെ വിജയലക്ഷ്മി ഇടയ്ക്ക് വിങ്ങുകൾ മാറി. അത് ഒരു ഹാൻഡ് ബോൾ ഒഫൻസ്. പെനാൽറ്റി ഏരിയയുടെ തൊട്ട് അടുത്തു നിന്നുമുള്ള ഒരു അവസരം. ഹാൻഡ് ബോളാണ്. ഫ്രീ കിക്ക്. പെനാൽറ്റി ആർക്കിലാണ് നിന്നാണ് കിക്ക് എടുക്കുന്നത്. തീർച്ചയായും 17 മീറ്ററുകൾ അകലെ നിന്നുള്ള ഫ്രീ കിക്ക്. Vijayalakshmi. The free kick. Travancore Royals free kick closer from goal. Vijayalakshmi takes it. It hits the wall. And quickly on to the second ball was Pradeepa, the player who committed that handball. Don Bosco finally can breathe a sigh of relief. They have been under pressure from that set piece opportunity. The midfield battle started to get interesting now. Travancore Royals keeping the ball comfortably, and then over the top, searching for Minolia, easily headed away. Kajol Devgan stepping into the Don Bosco territory. There's the grab down the right, but she's offside. ഡോൺ ബോസ്കോയ്ക്ക് അനുകൂലമായ ഫ്രീ കിക്ക്. കാർത്തിക
ലോങ് ഫ്രീ കിക്കാണ് എടുത്തിരിക്കുന്നത്. മുന്നേറ്റ നിരയിൽ മേഘന, പക്ഷേ കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ട്രാവൻകൂർ റോയൽസ്. മിഡ്ഫീൽഡിൽ വളരെ കൃത്യമായി ബോൾ ഹോൾഡ് ചെയ്ത് മുന്നോട്ട് ബോൾ എത്തിക്കാനുള്ള ശ്രമം. ലോങ് കിക്ക്, ഗോൾ പോസ്റ്റിലേക്ക്, ഗോൾ! എത്ര അകലെ നിന്നുള്ള, ഞാൻ ഈ ടൂർണമെന്റിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ലോങ് കിക്കുകൾ ഗോൾ കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ പോകുന്നതെല്ലാം ഗോൾ കലാശിക്കാറുണ്ട്. അത് കൃത്യമായി നിർവഹിച്ചിരിക്കുകയാണ് അവിടെ. ജേഴ്സി നമ്പർ 19 ഡോൺ ബോസ്കോയ്ക്ക് വേണ്ടി സോഹൻ. Yeah, jersey number 19 from sub, becoming a super sub. Look at that. Great technique. I saw the goalkeeper off a mark and floating it over. What a strike. And Don Bosco Football Academy made it a habit of scoring long ranges. We saw Nadia Nigat converting a double in the game before the Gokulam Kerala match. This time one more in the locker for Don Bosco. And they go 1-0 up against Travancore Royals. കളിയുടെ 25ാമത് മിനിറ്റിൽ സോണയിലൂടെ ഡോൺ ബോസ്കോ 1-0 എന്ന നിലയിൽ എത്തിയിരിക്കുകയാണ്. ഒരു ലോങ് കിക്ക് ഗോൾ കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ അടിച്ച് പോസ്റ്റിൽ എത്തിച്ചിരിക്കുന്നു. വളരെ നല്ല ഒരു കിക്കായിരുന്നു അത്. ഈ ടൂർണമെന്റിൽ ഗോൾ കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ കിക്ക് എടുക്കുന്നതെല്ലാം ഗോൾ പോസ്റ്റിനെ ലക്ഷ്യം വെച്ചാണെങ്കിൽ അത് പോസ്റ്റിൽ പതിക്കാറുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ഉയരം കൂടിയ ഗോൾ കീപ്പർമാരായ സുമൻ എന്നിവരെല്ലാം ഇത്തരം കാര്യങ്ങൾ രക്ഷപ്പെടുത്താറ്. ഒരു ഒഫൻസ്, നല്ലൊരു ഫ്രീ കിക്കിനുള്ളൊരു അവസരം. വീണ്ടും ഡോൺ ബോസ്കോയ്ക്ക് ഒരു അവസരം. മേഘനയെ ഫൗൾ ചെയ്തതിന് കിട്ടിയ ഒരു ഫ്രീ കിക്കാണ്. സംഗീത കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് കാണാം. വീണ്ടും നല്ല ഒരു അവസരം, ലീഡ് ഉയർത്തുന്നതിനുള്ള ഒരു അവസരം ഡോൺ ബോസ്കോയ്ക്ക്. പക്ഷേ ഇത്തവണ അത് വലിയ വ്യത്യാസത്തിൽ പുറത്തേക്കാണ് പോയത്. വീണ്ടും കാണാം, ബോള് വലിയ വ്യത്യാസത്തിൽ പുറത്തേക്ക്. Sangeeta of Travancore Royals beaten by that screamer from Sona about 25 yards out. Wonderful strike. Sangeeta beaten, all ends up. Now Travancore Royals in search of the equalizer. They're upping their ante. That pass was just too long for Minolia to control. Vijay Lakshmi, Minolia, Ashwati, Vembarasi, all on the score sheet in the previous game against Kadathanat. But the presence of Sarita up top is making a lot of difference, her absence, given the fact Vijay Lakshmi not been able to fill into her big shoes so far. Keeping a very close eye on the number 13 at Don Bosco Football Academy defensive unit. That's a foul. ഫ്രീ കിക്ക് കാർത്തിക. 28ാമത് മിനിറ്റിൽ കളി പുരോഗമിക്കുമ്പോൾ ഒരു ഗോളിന് ഡോൺ ബോസ്കോ മുന്നിട്ട് നിൽക്കുന്നു. ലോങ് കിക്ക്, നല്ലൊരു ഇന്റർസെപ്ഷൻ. ക്രിസ് മരിയ സജു.
ബോള് അടിച്ച് അകറ്റുന്നു. എന്നാൽ അപകടം ഒഴിവായിട്ടില്ല. നാദിയ നിഖത് വളരെ വേഗത കൂടിയ കളിക്കാരൻ, പക്ഷേ കൃത്യമായി കൺട്രോൾ ചെയ്യുന്നതിന് നാദിയയ്ക്ക് കഴിയുന്നില്ല. പക്ഷേ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കളിക്കാരിയാണ്. അതേസമയം മറുപക്ഷത്ത് വിനോദിനിയിലൂടെ ഒരു മുന്നേറ്റം. വെമ്പരസിയിൽ നിന്നൊരു ത്രൂ പാസ് സന്ധ്യയിലേക്ക്. സന്ധ്യ ബാക്ക് പാസ് പോസ്റ്റിൽ ലക്ഷ്യമാക്കി. ഗോൾ കീപ്പർ കീർത്തന വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നു. കാണാം കീർത്തന, സന്ധ്യയുടെ അറ്റംപ്റ്റ്. കീർത്തന ഒരു പ്രശ്നവുമില്ലാതെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. നാദിയ ബോളുമായി മൈതാന മധ്യം കടന്ന് മുന്നോട്ട്. ത്രൂ പാസ് മേഘനയെ ലക്ഷ്യം വെക്കുന്നു, പക്ഷെ വിജയിക്കുന്നില്ല. നാദിയ ത്രോയിൻ. അതൊരു ഇംപ്രോപ്പർ ത്രോയിൻ ആയിരുന്നു, അതുകൊണ്ട് റീടേക്ക് ആണ് എടുക്കുന്നത്. ബോള് ഉള്ളിലേക്ക് പോയില്ല, ഫീൽഡിന് പുറത്ത് തന്നെയാണ് അത് എറിഞ്ഞത്. അതുകൊണ്ട് അതൊരു റീ കിക്കാണ്, റീ ത്രോയിനാണ് വരുന്നത്. കളി ഇൻ പ്ലേ ആയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അതിന്റെ സിസ്റ്റം. വെമ്പരസിയുടെ നല്ലൊരു ടേണിംഗ്. വീണ്ടും ഒരു ത്രൂ പാസ് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും, പക്ഷെ അത് കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യുന്ന അതുല്യ. നാദിയ ലോങ് കിക്ക് മേഘനയിലേക്ക്. നാദിയയുടെ വീണ്ടും ഒരു ശ്രമം. ഗോൾ നേടിയതിന്റെ ആവേശം ഡോൺ ബോസ്കോയ്ക്കുണ്ടെങ്കിൽ ഗോൾ മടക്കാനുള്ള ആവേശം കാണിക്കുന്ന ട്രാവൻകൂർ റോയൽസിനെ കാണാം. മിനോലിയ, വില്ലുപുരം, തമിഴ്നാട് വില്ലുപുരം സ്വദേശിനി. ലോങ് കിക്ക്. എതിരാളികളുടെ പെനാൽറ്റി ഏരിയയിലേക്ക് ലോങ് കിക്ക് അടിച്ച് ഓടിപ്പിടിച്ച് ബോൾ എടുക്കാൻ ശ്രമിക്കുന്ന ട്രാവൻകൂർ റോയൽസ്. വളരെ വേഗതയേറിയ കളിക്കാരികളായ വെമ്പരസി, മിനോലിയ എന്നിവർ അവരുടെ ടീമിന്റെ മുതൽക്കൂട്ടാണ്. നല്ലൊരു അവസരം ഡോൺ ബോസ്കോയുടെ പെനാൽറ്റി ഏരിയയിലായിരുന്നു, പക്ഷെ അത് കൃത്യമായി അടിച്ചകറ്റുന്നു. ഇപ്പോഴും അപകടം ഒഴിവായിട്ടില്ല. ലോങ് കിക്ക്, ബോളിന് വേണ്ടിയുള്ള ശ്രമം. ത്രോയിൻ. And that was a great ball from Vembarasi. A good weight on it for Vijay Lakshmi on the far side. Defender was very close to the danger. Flicks it away from the number 13. No damage done. And now fighting for it. Moves it on. Couldn't find Vijay Lakshmi. Standing tall there. Don Bosco Football Academy defense. And now they get the ball back. The team in red and yellow. Santhia slightly loose, allowing Kartiga to get a foot in. And now Anjali out of play. Travancore Royals, the highest margin victory of this campaign has been against the side Lucas Sava Club. That was a 22-0, the opening game of the tournament. Their biggest win came against Karatana Raja. That was a 6-0 win. That's a stray header. Can she capitalize? Nadia Nigat on the layoff. Is out for a goal kick. Her attempt was swerving and went out of play. Selvi
Kajol trying to measure the diagonal ball, finding its target on the right. Continuing her run is Santhia. Defender gets there first. Cuts it out. Vembarasi trying to get closer to the ball, providing options. It is a foul throw. Don Bosco Football Academy, their highlight victory of this competition was a 9-0 against Karathanad Raja. Disappointing goalless draw against Kerala United. That was a game from which they would have easily collected the full points. The side have been highly wasteful. That is what sometimes Don Bosco Football Academy may surprise you with their finishing. Santhia, she's got plenty of headways. Tried to play it towards Selvi, who made an interesting run into the Don Bosco territory. Defenders are very close to each other. Venothini nods it out between a couple of players and then moves it forward. It's been retrieved. Selvi playing it to the left for Minolia. A first time crosses straight to Kirthana. And no pace on it as well. 10 minutes of regulation time left in this half. Don Bosco Football Academy still leading by that goal scored by Sona. Travancore Royals in search of a very quick response. Not been able to do that. And now they got to make sure they do not let in another one. They got to be tight at the back and try and not concede. They've got the firepowers in the ranks, and the likes of Minolia, Vijay Lakshmi, who can do the damage and bring them back into the game. Minolia on the halfway carries it forward. She is dispossessed of the ball, and now the ball is chipped into space, and only for Sangeeta. Goes long, Sangeeta, miscontrol, and now on the ball is Travancore Royals. That was a pass through the middle. Defenders positioned themselves immaculately. It was an easy picking for Don Bosco. A bit of a 50-50 pass, and Nadia Nigat with a long strides winning it. Trying to go past Minolia, not succeeding. A nice tracking back by the number 17. And now Santhia. She's got Selvi close to her. Selvi tried to play in Santhia. Might fall for Minolia. Defender Anjali getting there first. Making sure the number 17 doesn't get a touch on the ball. Vinothini is throwing. Lots of pushing and shoving going into the back. They're not happy, especially the likes of Vijay Lakshmi cutting a very frustrated figure, especially the kind of treatment she's received from the Don Bosco defenders so far. But she got to make sure she doesn't lose her composure, keeps calm. If she can control her temper, she's got every possibility of getting the equalizer for Travancore Royals. That was a shoulder barge on the number 26 of Don Bosco, Tirtha Lakshmi. Another easy take without any hassle by Sangeeta. Releases it quick and sends
Minolia down the left. Minolia takes on one, goes past the second as well. Minolia keeps going, checks back, plays it infield. Trying to control it first time, Ashwati. Vinotini. He's shown a bit too much of the ball. Ashwati now. Vinotini. With the wayward try. Falls for Nadia Nigat. Nadia Nigat moves it forward. A wasteful pass from the Kashmiri player. Sona's brilliant strike so far proving to be the difference between the two teams. Apart from that, nothing to choose really. Neither of the sides have been inventive in terms of going forward. മത്സരം 40ാമത് മിനിറ്റിലേക്ക് കടക്കുമ്പോൾ 1-0 എന്ന നിലയിൽ ഡോൺ ബോസ്കോ മുന്നിട്ട് നിൽക്കുകയാണ്. തീർച്ചയായും ആ ഒരു ഗോളിന്റെ വ്യത്യാസം എടുത്തു പറയേണ്ട ഒന്നാണ് ഇന്ന്. കാരണം ഈ മത്സരത്തിലെ വിജയം ഇരു ടീമുകൾക്കും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇപ്പോൾ തീർച്ചയായും മത്സരം പുരോഗമിക്കുന്നത് രണ്ടാം സ്ഥാനക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് തന്നെ പറയാം. ഗോകുലം കേരള 9 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ വിജയികളായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. കാജോൾ ദേവ്ഗൺ ലോങ് കിക്ക്, ഗോൾ കീപ്പർ കീർത്തനയിലേക്ക് ഗോൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഗോൾ കീപ്പർമാരുടെ തലയ്ക്ക് മുകളിലൂടെ പോകുന്നത് അപകടം വരുത്തി വെക്കുന്നു. അതൊരു മിസ് ജഡ്ജ്മെന്റ് കീർത്തനയുടെ ഭാഗത്തു നിന്നും. ആദ്യം തന്നെ ആ ബോള് കൈപ്പിടിയിൽ ഒതുക്കാതെ ഒരു ബൗൺസിന് വേണ്ടി കാത്തുനിന്നു. അത് ഗോൾ കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ ഗോളാവുന്നു. കാജോളിന്റെ ഫ്രീ കിക്ക് നമുക്ക് കാണാം. ആദ്യ ബൗൺസിൽ നിന്നും ഉയർന്ന് അത് ഗോളിൽ കലാശിക്കുന്നു. തീർച്ചയായും ഈ ടൂർണമെന്റിൽ ഗോൾ കീപ്പർമാർക്ക് ജമ്പിംഗ് ക്വാളിറ്റിയുടെ ഒരു കുറവ് ഇത് സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. 1-1 41ാമത് മിനിറ്റിൽ കാജോളിലൂടെ ഒരു ഗോള് മടക്കി അടിച്ചുകൊണ്ട് മത്സരം കടുത്ത നല്ല രീതിയിലേക്ക് മാറിയിരിക്കുന്നു. രണ്ട് ടീമും ഓരോ ഗോളുകൾ നേടിയിരിക്കുകയാണ്. സോഹൻ, you watch this? This time Kirthana falling victim to that wicked bounce, beaten on her line. She tried reaching out but not succeeding, and the number 34 Kajol Devgan bringing back things on level terms. Travancore Royals get a lifeline before going in at the break. Sohan, almost all the balls going over the goalkeeper is going inside. Yes, not jumping. The bounce, that's the problem. And actually the bounces in the AstroTurf are a bit awkward. If you are not used to playing in this ground conditions, then it might be a big problem for you. And now knocking through the channel, and here is Don Bosco. Another chance. Fine save. Sangeeta. End-to-end stuff. Very good, very good. Minolia. Looking for Santhia. Cut away by Anjali. ഡോൺ ബോസ്കോയുടെ ഒരു മുന്നേറ്റവും അതേപോലെ തന്നെ ഗോൾ കീപ്പർ സംഗീതയുടെ ഒരു രക്ഷപ്പെടുത്തലും എടുത്തു പറയേണ്ട ഒന്ന് തന്നെ. മേഘനയായിരുന്നു ആ ഗോളിന് വേണ്ടി ശ്രമിച്ചത്. എന്നാൽ സംഗീത അത് കൃത്യമായി മുന്നോട്ട് കയറി രക്ഷപ്പെടുത്തി. വീണ്ടും മത്സരം ഇപ്പോഴും 1-1 എന്ന നിലയിൽ. ട്രാവൻകൂർ റോയൽസിന് അനുകൂലമായ കോർണർ. വിജയലക്ഷ്മി വിജയലക്ഷ്മിക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു. തീർത്ഥലക്ഷ്മി ലോങ് കിക്ക്, വീണ്ടും ഒരു പരീക്ഷണം, പക്ഷെ അത് ഇത്തവണ ഗോൾ കിക്കിൽ കലാശിക്കുന്നു. വളരെ ആദ്യ പകുതി വീണ്ടും ആവേശഭരിതമായിരിക്കുകയാണ്. ഇരു ടീമുകൾക്കും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാച്ച്. ഇരുവശത്തേക്കും പന്തുകൾ മുന്നേറുന്ന കാഴ്ച. തീർച്ചയായും
ഈ മത്സരത്തിന്റെ പ്രാധാന്യം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കളിയിലും കാണാം. ഡോൺ ബോസ്കോയുടെ ഒരു നീക്കം, ലോങ് കിക്ക് കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ത്രൂ പാസ്, നല്ലൊരു അവസരം മിനോലിയിലേക്ക്. ഇടതുവശത്തുകൂടെ മിനോലിയുടെ ലെഫ്റ്റ് ഫുട്ടർ, ഗോൾ കീപ്പർ കീർത്തന വളരെ കഷ്ടപ്പെട്ട് തന്നെ കയ്യിലൊതുക്കി എന്ന് പറയേണ്ടി വരും. ഒരു വലിയ അപകടമാണ് ഒഴിവായി പോയത് എന്ന് പറയണം. കീർത്തനയുടെ കൈകളിൽ നിന്നും താഴെ വീണ പന്ത് കൈപ്പിടിയിൽ ഒതുക്കി എന്ന് തന്നെ പറയണം. തീർച്ചയായും 44ാമത് മിനിറ്റിലെ ഒരു അപകടം ഒഴിവായി. And after conceding that goal, Kirtana are now looking slightly lost, slightly shaky, and maybe lacking in confidence. The referee having a word with him, and also with the assistant. There are something confusion, is there? Drop ball. അവിടെ ഒരു വിസിൽ മുഴങ്ങിയിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാകാം അതൊരു ഡ്രോപ്പ് ബോളിൽ കലാശിച്ചത്. വീണ്ടും എന്താണ് അവിടെ സംഭവിക്കുന്നത്? Son, what's happening there? He dropped the ball and she took again. She is putting down. There's some confusion among the match officials that they are still discussing. Oh, this snake. Oh, well. This can be very dangerous. We saw a dog enter the pitch the other day, and now we have snake. Even the reptiles are enjoying Kerala Women's League. മത്സരം എല്ലാം കൊണ്ടും വ്യത്യസ്തമാകുന്നു. വളരെ വാശിയിൽ കളിക്കുന്ന രണ്ട് ടീമുകൾ. അതിനോടൊപ്പം ഇതേവരെ ഒരു കളികളിലും കാണാത്ത രീതിയിൽ ഒരു പാമ്പ് ഗ്രൗണ്ടിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ച. തീർച്ചയായും വലിയൊരു അപകടം ഒഴിവായിരിക്കുന്നു. ട്രാവൻകൂർ റോയൽസിന് അനുകൂലമായ കോർണർ കിക്ക്. ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോ കണ്ടില്ല. മത്സരം റെഗുലർ സമയം അവസാനിച്ച് ആഡഡ് ടൈമിലൂടെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോർണർ കിക്ക് ട്രാവൻകൂർ റോയൽസിന് അനുകൂലമായി. ലോങ് കിക്ക് മനോഹരമായി, പക്ഷേ ഇത്തവണ അത് അപകടം ഒഴിവായി പോയിരിക്കുന്നു. തീർച്ചയായും ആദ്യ പകുതി അവസാനിപ്പിച്ചുകൊണ്ടുള്ള റഫറി ഫഹദ് യൂസഫിന്റെ വിസിൽ. 1-1. It's 1-1 at half-time between Don Bosco Football Academy and Travancore Royals. Don Bosco taking the lead through Sona strike, which is cancelled out by Kajol Devgan in the first half itself. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ നേടി ഈ മത്സരത്തിന്റെ പ്രാധാന്യം വെളിവാക്കുന്നു. ഇരു ടീമുകൾക്കും വളരെ പ്രാധാന്യമുള്ള ഒരു മാച്ച്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ഇരു ടീമുകൾ, അവർക്ക് ഈ മത്സരഫലം വളരെ നിർണായകം. അതുപോലെ തന്നെ ഈ മത്സരം ഡ്രോ പോകുകയാണെങ്കിൽ കേരള യുണൈറ്റഡിനും ഒരു അവസരം കൂടി ബാക്കി വരും.
തീർച്ചയായും ഇപ്പോൾ ആ മത്സരഫലത്തിലും കേരള യുണൈറ്റഡും ശ്രദ്ധിക്കുന്നുണ്ടാവാം. കൃത്യമായി പറഞ്ഞാൽ തുല്യമായ ബോൾ പൊസിഷൻ 50-50. ആ ഗോൾ കാണാം നമുക്ക്. സോണായുടെ ഗോള് ഗോൾ കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ. ഈ ടൂർണമെന്റിൽ പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് 2 ഗോളിലും സംഭവിച്ചിരിക്കുന്നത്. ഗോൾ കീപ്പർമാരുടെ തലയ്ക്ക് മുകളിലൂടെ പോസ്റ്റിലേക്ക് പോകുന്ന ബോളുകൾ അധികവും ഗോളിലാണ് കലാശിക്കുന്നത്. കാണാം കാജോളിന്റെ ഫ്രീ കിക്ക് കൃത്യമായി ഒറ്റ ബൗൺസ് കീർത്തനയ്ക്ക് ഒരവസരവും നൽകാതെ ക്രോസ് ബാറിന്റെ തൊട്ട് താഴെ ഗോൾ പോസ്റ്റിൽ പതിക്കുന്നു. 1-1 സെലിബ്രേഷൻ. കാജോൾ ജേഴ്സി നമ്പർ 34. കാണാം മത്സര ഫലം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആദ്യ പകുതി ബോൾ പൊസിഷനിൽ 2 കൂട്ടരും 50-50. അതേപോലെ തന്നെ ഷോട്ടുകളുടെ കാര്യത്തിലും സ്ലൈറ്റ് ചേഞ്ചസ് ആണ്. 5-4 ഷോട്ട് അറ്റ് ടാർഗറ്റ് ഡോൺ ബോസ്കോയാണ് 4. ഒരെണ്ണം മാത്രമാണ് ട്രാവൻകൂർ റോയൽസ് നടത്തിയിരിക്കുന്നത്. കോർണറുകൾ രണ്ടും തുല്യം, 2 പേർക്കും ഈ 2 വീതം. ഫൗളുകളുടെ കാര്യത്തിൽ അല്പം മുന്നിൽ ട്രാവൻകൂർ റോയൽസ് 9, അതേസമയം ഡോൺ ബോസ്കോ 5. യെല്ലോ കാർഡുകളോ റെഡ് കാർഡുകളോ ഇല്ല. കോർണറുകളുടെ കാര്യത്തിലും തുല്യത. ഏകദേശം എല്ലാം തന്നെ തുല്യം എന്ന് പറയാവുന്ന ഒരു തുല്യമായ ഒരു മാച്ച്, ഈക്വലി കണ്ടസ്റ്റഡ് മാച്ച് എന്ന് തന്നെ പറയണം. വളരെ വാശിയുള്ള മാച്ച്, വളരെ പ്രാധാന്യമുള്ള മാച്ച്. ഈ കേരള വുമൻസ് ലീഗില് എടുത്തു പറയാവുന്ന മറ്റൊരു മാച്ച് കൂടി. തീർച്ചയായും ട്രാവൻകൂർ റോയൽസും കേരള യുണൈറ്റഡും തമ്മിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ അവസാനം 3-2 ട്രാവൻകൂർ കേരള യുണൈറ്റഡ് വിജയിച്ചതുപോലെ തന്നെ ഈക്വലി കണ്ടസ്റ്റഡ് ആയ ഒരു ആദ്യ പകുതി അവസാനിച്ചിരിക്കുകയാണ്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും 1-1 സമനിലയിൽ തുടരുന്നു. അതുപോലെ തന്നെ കൃത്യം ബോൾ പൊസിഷനിൽ പോലും കൃത്യത വന്നിരിക്കുന്നു. ടാർഗറ്റ് ഗോൾ പോസ്റ്റിലേക്കുള്ള ഷോട്ടുകളിൽ പോലും അവർക്ക് തുല്യത പുലർത്താൻ കഴിയുന്നു. അത്രയും ശക്തമായ 2 ടീമുകൾ തമ്മിലുള്ള നല്ലൊരു ആദ്യ പകുതി. രണ്ടാം പകുതിയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ആദ്യ പകുതിയുടെ ഇടവേളയ്ക്ക് പിരിയട്ടെ. നമുക്ക് രണ്ടാം പകുതിയിൽ വീണ്ടും കാണാം.
Welcome back from the Municipal Corporation Stadium in Thrissur with the second half action between Don Bosco Football Academy and Travancore Royals. This is game number 28 in the scoreline Kerala Women's League. It's 1-1 at half time, and now we are all set for the second 45 minutes. It's going to be the team in red and yellow, Travancore Royals, who is going to kickstart proceedings to the second half. Referee checking his watch. And we are underway. And Travancore Royals will be operating from the left to right of your screen. The team in green, Don Bosco, they will operate from the right to left. As I welcome back Mr. Ravindran on the commentary box. Thank you, Sohan. പ്രിയ പ്രേക്ഷകരെ, സ്വാഗതം രണ്ടാം പകുതിയിലേക്ക്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം, ഗോൾ നില 1-1, ബോൾ പൊസിഷനും 50-50, ഏകദേശം ഷോട്ടുകൾ ഇരുഭാഗത്തേക്കും കൈമാറിയതും ഏകദേശം 1, കോർണർ കിക്കുകൾ 1-1 ഒരേ നില. അതേപോലെ തന്നെ അല്പം കാര്യഗൗരവമുള്ള ഒരു കാര്യം, രണ്ട് ക്ലബ്ബുകളും സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ക്ലബ്ബുകളാണ്. ഡോൺ ബോസ്കോ എന്നാൽ 113 രാജ്യങ്ങളിൽ 139 രാജ്യങ്ങളിൽ വികസിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനം, സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം. അതുപോലെ തന്നെ ട്രാവൻകൂർ റോയൽസിനെ പറ്റി പറഞ്ഞാൽ കേരളത്തിൽ ആരാധക കൂട്ടായ്മയിലൂടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്. ഗോൾ കീപ്പർ സംഗീത, നല്ലൊരു കളക്ഷൻ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് ടീമുകളും സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ടീമുകളാണ്. ട്രാവൻകൂർ റോയൽസ് ഷീ പ്ലസ് ഈക്വൽ എന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകിയിരിക്കുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടുള്ള പ്രസ്ഥാനം. സ്ത്രീക്ക് സമൂഹത്തിൽ എല്ലാ മേഖലകളിലും തുല്യതയും ഉയർച്ചയും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ട്രാവൻകൂർ റോയൽസ് ഷീക്കൽ എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഡോൺ ബോസ്കോയെ സംബന്ധിച്ച് പറഞ്ഞാൽ സാമൂഹ്യ സേവന രംഗത്തും അതുപോലെ മറ്റ് സോഷ്യൽ ആക്ടിവിറ്റികളിലെല്ലാം വളരെയധികം പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനം. രണ്ട് ടീമുകളും തമ്മിലുള്ള തുല്യതയാണ് ഞാൻ പ്രതിപാദിച്ചത്. അത് ഇപ്പോൾ കളിയിലും ഏകദേശം അത്തരം ഒരു സാന്നിധ്യം വന്നിരിക്കുകയാണ്. ആദ്യ പകുതിയിൽ ഇരു ടീമും തുല്യ കളി, തുല്യ ഗോളുകൾ, രണ്ട് കൂട്ടർക്കും വളരെ പ്രാധാന്യമുള്ള ഒരു മാച്ച്. ഇന്ന് അടുത്ത 45 മിനിറ്റിൽ എന്തു സംഭവിക്കുന്നു എന്ന് നോക്കാം. ത്രോയിൻ വിജയലക്ഷ്മി കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. വീണ്ടും ത്രോയിൻ. പെനാൽറ്റി ഏരിയയിലേക്കുള്ള ഒരു ത്രോയിൻ. അപകടം ഒഴിവായിട്ടില്ല. അതൊരു ഗോൾ കിക്കിലാണ് കലാശിക്കുന്നത്. ഈ ടൂർണമെന്റിൽ ഇതേവരെ 8 മത്സരങ്ങൾ കളിച്ച ഡോൺ ബോസ്കോ 16 പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. അതേപോലെ തന്നെ ട്രാവൻകൂർ റോയൽസ് FC 8 മത്സരങ്ങൾ കളിച്ച് 5 വിജയത്തോടെ 15 പോയിന്റോടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. രണ്ട് ടീമുകളും 5 വിജയം നേടിയിരിക്കുമ്പോൾ ഡോൺ ബോസ്കോയ്ക്ക് 2 പരാജയവും 1 ഡ്രോയുമാണുള്ളത്. ട്രാവൻകൂർ റോയൽസിനെ സംബന്ധിച്ച് 3 പരാജയങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. ട്രാവൻകൂർ റോയൽസിന്റെ ഒരു മുന്നേറ്റ ശ്രമം, മിഡ്ഫീൽഡിൽ നിന്നും ഒരു ത്രൂ പാസ്, വിജയലക്ഷ്മി
അവരുടെ ഏറ്റവും ശക്തയായ കളിക്കാരി ഗൂഡല്ലൂർ സ്വദേശിനിയാണ് വിജയലക്ഷ്മി. ഓ ബ്യൂട്ടിഫുൾ, എത്ര മനോഹരം എന്ന് തന്നെ പറയണം. വളരെ കൃത്യമായ ടാക്ലിംഗ്, ബോളിന് മാത്രം ടാക്കിൾ ചെയ്തുകൊണ്ട് ഒരു അപകടവുമില്ലാതെ ക്രിസ് മരിയ സജു തൃശൂർ സ്വദേശിനിയാണ്. അധികവും ട്രാവൻകൂർ റോയൽസിൽ തമിഴ്നാട് സ്വദേശിനികളും ഹരിയാന സ്വദേശിനികളും കളിക്കുമ്പോൾ തൃശൂർ സ്വദേശിനിയായ ക്രിസിന്റെ പ്രകടനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. വളരെ ആക്റ്റീവായി കളിക്കുന്ന ഒരു കളിക്കാരിയാണ് ക്രിസ്. നല്ല ഒരു ബ്യൂട്ടിഫുൾ സ്കേറ്റിംഗ് ചലഞ്ച് ആയിരുന്നു അത്. വിജയലക്ഷ്മി ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഫ്രീ കിക്ക് ഡോൺ ബോസ്കോയ്ക്ക് അനുകൂലമായി. Maria tried to take that ball past the number 7, but Chris Maria responding with a brilliant challenge. An outstretched tackle to put her off. And now free kick for Don Bosco. Ball comes in. The header from Chris, not too far. Picked up by Don Bosco. Now smacked clear. Travancore Royals. Vijay Lakshmi goes past the first challenge and almost the second. But Arya stood firm there. And now Chris with a misplaced pass. She gets it back. Now finds Vijay Lakshmi. Moves it on towards Santia. Vijay Lakshmi. Vembarasi to his left. Snapping into a tackle. And free kick for Travancore Royals. Vembarasi was brought down. That's the incident. Snapping into the challenge. Vijay Lakshmi tried to play her in. But the number 5, Athulia, was too strong. Free kick for Travancore Royals. And it's Kajol Devgan on top of the set piece. They got to make this one count, Travancore Royals. The only way they can finish into the top 2 is by defeating Don Bosco Football Academy this evening. If Don Bosco Football Academy wins this particular encounter, then they are confirmed as second. Kajol Devgan's ball in. It's a decent delivery. 3 red and yellow shirts is getting onto it in a flash. Here they come on the counter. Don Bosco got enough cover behind Travancore Royals. The ball is out of play. A throw in for Don Bosco. ഡോൺ ബോസ്കോയുടെ ഒരു മുന്നേറ്റം, ഒരു ത്രൂ പാസിനുള്ള ശ്രമം, പക്ഷേ കാജൽ അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും അപകടം ഒഴിവായിട്ടില്ല. ട്രാവൻകൂർ റോയൽസിന്റെ പിൻനിരയിൽ നിന്നും മധ്യനിരയിലേക്ക് ബോളുമായി ഒരു നല്ലൊരു പാസിനുള്ള ശ്രമം. ത്രൂ പാസ്, പക്ഷേ അത് യാതൊരു അപകടവും കൂടാതെ ഒരു ഗോൾ കിക്കിൽ കലാശിക്കുന്നു. മത്സരം 54ാമത് മിനിറ്റിലേക്ക് പുരോഗമിക്കുന്നു. തീർച്ചയായും ഗോളുകൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ഇരു ടീമുകളും ഈ മത്സരത്തിന്റെ വിജയം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. അതുല്യ കൃത്യമായി ഡിഫെൻഡ് ചെയ്ത് ഒരു ത്രോ ഇൻ നേടിയെടുക്കുന്നു. ലോങ് കിക്ക്, ഒരു ക്രിസിന്റെ മനോഹരമായ ഒരു ഇടപെടൽ. മിഡ്ഫീൽഡിൽ വീണ്ടും ഡോൺ ബോസ്കോയുടെ മുന്നേറ്റം, ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. അതുല്യ നല്ലൊരു ഡ്രിബിളിംഗ്, മനോഹരമായ രണ്ടാമത് ഡ്രിബിളിംഗ്, നല്ലൊരു പാസ്. നാദിയ നിഗത്ത് ഡ്രിബിൾ ചെയ്ത് മുന്നേറാനുള്ള ശ്രമം. Kajol Devgan this evening having a wonderful game as a left back. Travancore Royals, some mistake at the back, and Santia
latching onto it. She's got a couple of runners inside her. Vijay Lakshmi, gap opens up for Minolia on his weak right foot. The ball was dipping and has just gone over for a goal kick. That was a wonderful chance, Mr. Ravi. Yes. It's also going overhead of the goalkeeper. See, watch. If it goes inside, she can't do anything because all the balls, almost balls going over the goalkeeper on the goal post. It's goal in this tournament. Exactly. They are not jumping, you know. The way Kirthana conceded in the first half, it was more of a comedy of error than anything else. No nonsense clearance from Kajol. They've got. Yeah, carry on, Mr. Ravi. Yes, thank you. കാജോളിന്റെ ഒരു വൺ ടച്ച് ക്ലിയറൻസ് ആയിരുന്നു കണ്ടത്. ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോൺ ബോസ്കോ പ്രസ്ഥാനത്തിലെ അച്ഛന്മാരാണ്, വൈദികരാണ്. അതുപോലെ തന്നെ അവരുടെ പ്രസ്ഥാനത്തിന്റെ നായകത്വം വഹിക്കുന്ന മറ്റു വ്യക്തികൾ. തീർച്ചയായും അവർ വളരെയധികം താല്പര്യമെടുത്തുകൊണ്ടാണ് ഈ ഒരു ടൂർണമെന്റ്. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞിരുന്നു മുമ്പ്, ഫാദർ ജോഷ് കാഞ്ഞുപറമ്പിലിന്റെ നേതൃത്വത്തിൽ 2 വർഷം മുമ്പ് ഫുട്ബോൾ അക്കാദമി അവർ ആരംഭിക്കുന്നു. ഇന്ത്യയുടെ യൂത്ത് ലീഗുകളിൽ ടീമിനെ കളിപ്പിക്കുന്നു. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവർ ഇപ്പോൾ കേരള പ്രീമിയർ ലീഗിൽ കളിക്കുന്നു. അതുപോലെ വുമൻസ് ലീഗിൽ പങ്കെടുത്തുകൊണ്ട് ടീം നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. തീർച്ചയായും ഫുട്ബോളിൽ വളരെയധികം സംഭാവനകൾ അവർ ഇപ്പം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രസ്ഥാനങ്ങൾ സ്പോർട്സിലേക്ക്, പ്രത്യേകിച്ച് ഫുട്ബോളിലേക്കൊക്കെ വരികയാണെങ്കിൽ അത് ഫുട്ബോളിന് വളരെയധികം ഉപകാരപ്പെടും. കാരണം ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത പ്രസ്ഥാനം. നല്ലൊരു അറ്റംപ്റ്റ്, ഗോൾ കീപ്പർ കീർത്തനയുടെ രക്ഷപ്പെടുത്തൽ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ഗോൾ പോസ്റ്റിലേക്ക്. ഒരു ഗോൾ അവസരം ട്രാവൻകൂർ റോയൽസിനെ ഒഴിഞ്ഞുപോയി. വീണ്ടും കാണാം, പക്ഷേ വിജയലക്ഷ്മിക്ക് അത് തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല. That cross from the left, and the goalkeeper Kirthana just parries it, and the ball was coming towards Vijay Lakshmi, but she injured herself. It looked like a toe injury, which is why she went down to the deck. Otherwise, that could have been dangerous for Don Bosco. Look at that. Sent in with power. Somehow managing to deal with it, Kirthana. Vijay Lakshmi going down. The ball was coming towards her, Mr. Ravi. Yes, towards to Kirthana. Anyways, ഒരു ഗോൾ അവസരത്തിൽ നിന്നും ഡോൺ ബോസ്കോ രക്ഷപ്പെടുന്നു. കാർത്തികയിൽ നിന്നും അതുല്യ. വീണ്ടും ബോളിന്റെ നിയന്ത്രണം ട്രാവൻകൂർ റോയൽസിലേക്ക്. ലോങ് കിക്ക്, ബോള് സോനയുടെ ചലഞ്ച് ഒരു ഫ്രീ കിക്കിന് വഴിവെക്കുന്നു. ഫ്രീ കിക്ക് ഡോൺ ബോസ്കോയ്ക്ക് അനുകൂലമായി. ഫ്രീ കിക്ക് എടുക്കുന്നത് അഞ്ജലി, മുൻ സംസ്ഥാന താരം, അതുപോലെ തന്നെ ഡോൺ ബോസ്കോയുടെ ഡിഫൻസിലെ കരുത്തുറ്റ കളിക്കാരി എന്ന് തന്നെ പറയണം. 9ാമത് മത്സരം കളിക്കുമ്പോഴും വളരെയധികം കൺസിസ്റ്റൻസി കാഴ്ചവെക്കുന്ന ഒരു കളിക്കാരി, എല്ലാ മത്സരങ്ങളിലും ഒരേപോലെ കളിക്കുന്ന ഒരു കളിക്കാരി. നല്ലൊരു ഫ്രീ കിക്ക്, പോസ്റ്റിൽ ലക്ഷ്യം വെച്ച്, പക്ഷെ അല്പ വ്യത്യാസത്തിൽ പുറത്തേക്ക്.
കോഴിക്കോട് സ്വദേശിനിയാണ് അഞ്ജലി. വീണ്ടും ഡിഫൻസിൽ നിന്നും കിക്ക് ചെയ്ത് അകറ്റുന്ന രീതി. ക്രിസുമായി ബോളിനുള്ള ഒരു ചലഞ്ച്. ട്രാവൻകൂർ റോയൽസിന് അനുകൂലമായ ത്രോയിൻ. വിജയലക്ഷ്മി, വിനോദിനി തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശിനി. വളരെ നല്ല രീതിയിലുള്ള പന്തടക്കം കാഴ്ചവെക്കുന്ന മധ്യനിരയിൽ കളിക്കുന്ന കളിക്കാരി. ബോളുമായി ഡോൺ ബോസ്കോയുടെ മുന്നേറ്റം. അതുല്യയിൽ നിന്നും പ്രദീപിൽ നിന്നും നാദിയ നിഗത്തിന്റെ ഒരു സെന്ററിംഗ്, പക്ഷേ അത് കണക്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഗോൾ കീപ്പർ സംഗീത കൃത്യമായി മുന്നോട്ട് കയറി ബോള് കൈപ്പിടിയിൽ ഒതുക്കി ലോങ് കിക്ക് എടുക്കുന്നു. ഹെഡർ മനോലിയ, ജേഴ്സി നമ്പർ 17. നല്ല സ്പീഡുള്ള ഒരു കളിക്കാരിയാണ്. തമിഴ്നാട് വില്ലുപുരം സ്വദേശിനിയാണ് മിലോലിയ. സേതു FC വേണ്ടി ഇന്ത്യൻ വുമൻസ് ലീഗ് കളിച്ചിട്ടുള്ള കളിക്കാരി. ത്രൂ പാസ്. നല്ല നീക്കങ്ങൾ ഇരു ഭാഗത്തേക്കും വരുന്ന മനോഹരമായ ഒരു മാച്ച്. ശ്രീലക്ഷ്മി, ടു വേഴ്സസ് 4 സിറ്റുവേഷൻ, പക്ഷേ ഇപ്പോൾ 6 വേഴ്സസ് 4 സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുന്നു. 4 അറ്റാക്കേഴ്സ്, 6 ഡിഫൻഡേഴ്സ്. മനോലിയ ബോള് ഹോൾഡ് ചെയ്ത് ടേൺ ചെയ്യാനുള്ള ശ്രമം, പക്ഷെ അത് കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു. മനോലിയ ത്രോയിൻ, പക്ഷേ പ്ലെയറെ ഫ്രീ ആയിട്ട് വിടുന്നു. ഗോൾ കിക്ക് എടുക്കുന്നത് അഞ്ജലി. വളരെ എക്സ്പീരിയൻസ് ഉള്ള മുൻ സംസ്ഥാന താരം അഞ്ജലി. കോഴിക്കോട് സ്വദേശിനിയാണ്. എല്ലാ മത്സരങ്ങളിലും ഒരേ നിലവാരം പുലർത്തുന്ന ഒരു കളിക്കാരിയാണ്. വളരെ നല്ല രീതിയിൽ ഡിഫൻസിൽ കളിക്കുന്ന ഒരു കളിക്കാരി. ത്രൂ പാസ്, ഡോൺ ബോസ്കോയ്ക്ക് അനുകൂലമായ ഒരു ത്രൂ പാസ്. ആര്യ, അതുല്യ പോസ്റ്റിലേക്ക്, പക്ഷേ ഇത്തവണ ഗോൾ കീപ്പറുടെ കൈകളിലേക്കാണ് അത് പോയത്. അല്പം കൂടി ഉയർന്നിരുന്നെങ്കിൽ അത് ഒരു അപകടം വരുത്തിയേനെ. വിനോദിനി മിഡ്ഫീൽഡിൽ ബോള് ടേൺ ചെയ്ത് ത്രൂ പാസ് ചെയ്യുന്നു. കാർത്തിക ഡ്രിബിൾ, 1-2, നല്ലൊരു പാസ്. ശ്രീലക്ഷ്മിയിലേക്ക്, വീണ്ടും ശ്രീലക്ഷ്മി. നല്ല മിഡ്ഫീൽഡില് നല്ല ബോൾ പൊസിഷൻ, മനോഹരമായ ഒരു ബോൾ പൊസിഷൻ, നല്ലൊരു അവസരമായിരുന്നു. She was held back. That should be a card as well. She was held back. Meghna, she was held back completely. There you go. Deciding by the referee, you know. As a commentator, what we have to do means just see what we are seeing and inform the spectators what is going inside the ground and who is doing that one. Is it Sohan? Yeah, right. All that's other the best parties way to avoid. referee. Yeah, that's the best way Yeah. to avoid controversy. Yes. കൃത്യമായ വാൾ മാനേജ്മെന്റ്. റഫറി ഫഹദ് യൂസഫ്. ഫ്രീ കിക്ക് ഡോൺ ബോസ്കോയ്ക്ക് അനുകൂലമായി, പക്ഷേ അത് ഒരു സേവിലൂടെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു സംഗീത.
ഹരിയാന സ്വദേശിനിയായ സംഗീത തൃശ്ശൂരിൽ നടക്കുന്ന ടൂർണമെന്റിലെ നല്ലൊരു സേവ്. ഒരു കൈ കൊണ്ടാണ് അത് സേവ് ചെയ്തത്. കാർത്തികയുടെ ഫ്രീ കിക്ക് നല്ല ഒരു ബോളായിരുന്നു. തീർച്ചയായും ഒരു ഗോൾ അവസരമാണ് ഡോൺ ബോസ്കോ ഒഴിഞ്ഞുപോയത്. വീണ്ടും അപകടം ഒഴിവായിട്ടില്ല. ലോങ് കിക്ക് കൃത്യമായി ഹെഡ് ചെയ്ത് അപകടം ഒഴിവാക്കുന്ന എലാക്കിയ. അശ്വതി, അഞ്ജലി മറുഭാഗത്ത്, ആര്യ, ആര്യയിൽ നിന്നും പ്രദീപ. വീണ്ടും അപകടം. രണ്ട് കളിക്കാരികൾക്കിടയിലൂടെ മുന്നോട്ട് കയറി സംഗീത ബോള് കൈപ്പിടിയിൽ ഒതുക്കി. ഡോൺ ബോസ്കോയുടെ നിരന്തരമായ മുന്നേറ്റങ്ങൾ. ഇപ്പോൾ മത്സരം ഏകദേശം ഡോൺ ബോസ്കോയുടെ നിയന്ത്രണത്തിലേക്ക് വന്നിരിക്കുന്ന പോലെ. വളരെ ശക്തമായി കളിക്കുന്ന ഡോൺ ബോസ്കോ. അത് ഒരു ത്രോയിനാണോ ഫ്രീ കിക്കാണോ എന്നറിയില്ല. ത്രോയിൻ ഡോൺ ബോസ്കോയ്ക്ക് അനുകൂലമായി. ജേഴ്സി നമ്പർ 6 ശ്രീലക്ഷ്മി. ത്രോയിൻ, മനോഹരമായ ഒരു ത്രോയിൻ ആയിരുന്നു. നല്ലൊരു അറ്റംപ്റ്റ് ഗോൾ പോസ്റ്റിലേക്ക്. ഗോൾ, ഗോൾ. വളരെ ആ ആഘോഷം നമ്മൾ കാണുക. ഈ ടൂർണമെന്റിന്റെ മുഴുവൻ ആവേശവും ഈ സെലിബ്രേഷനിലുണ്ട്. കാരണം 67ാമത് മിനിറ്റിൽ നേടിയ ഈ ഗോളിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ടൂർണമെന്റിൽ ഈ മത്സരത്തിന്റെ പ്രാധാന്യം ഈ ഗോളിനുണ്ട്. ഇതോടെ 67ാമത് മിനിറ്റിൽ 2-1 എന്ന നിലയിൽ ഡോൺ ബോസ്കോ മുന്നിട്ട് നിൽക്കുന്നു. സോനയുടെ ഒരു കിക്ക് തന്നെയായിരുന്നു അത് ഗോൾ കീപ്പർ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക്. സോന, that was Arya's attempt from the left corner of the penalty area, and the number 11 just deceiving the goalkeeper by that dummy run. And Sangeeta was completely flat. It was a curving shot. Sangeeta, it was a curler. For 11 Meghna just dumming the goalkeeper, and Sangeeta was completely flabbergasted, resulting into that goal. And Don Bosco Football Academy, they regained their lead once again. Yes. അതുല്യയുടെ ഫ്രീ കിക്ക്. അത് ഒരു ഒഫൻസ്. അശ്വതിക്ക് എതിരെയായിരുന്നു ആ ഒഫൻസ്. ഇനി 3 മിനിറ്റോളം ബാക്കിയുള്ളപ്പോൾ വളരെ ശക്തമായി കളിക്കുന്ന രണ്ട് ടീമുകൾ. ഏകദേശം വിജയലക്ഷ്മി വളരെ വേഗതയേറിയ എന്നാൽ പന്തടക്കവും കാണിക്കുന്ന ഒരു കളിക്കാരിയാണ്. ത്രോയിൻ ഡോൺ ബോസ്കോയ്ക്ക് അനുകൂലമായി. ത്രോയിൻ എപ്പോഴും അതിന്റെ കൃത്യമായ സ്ഥലത്തു നിന്ന് തന്നെ എടുക്കണം. മുന്നോട്ട് കയറിയെടുക്കാനുള്ള ശ്രമമാണ് തടഞ്ഞത്. ത്രൂ പാസ് ഇന്റർസെപ്റ്റഡ്. വിനോദിനി, മിനോലിയായിരുന്നു അത്. നാദിയ നിഗത്ത്, ജമ്മു കാശ്മീർ സ്വദേശിനിയായ നാദിക. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു കളിക്കാരിയാണ്. നല്ലൊരു ടേണിങ്ങിനുള്ള ശ്രമം അശ്വതി തടയുന്നു. ജേഴ്സി നമ്പർ 11 സന്ധ്യ. Yes. Well, the first leg fixture between these two teams, that was on 4th January, and Travancore Royals defeated Don Bosco by 3-1. It seems like this evening Don Bosco looking for revenge, and they are leading 2-1. Still 22 minutes of regulation time left. Travancore Royals in search of the equalizer. From the middle, Ashwati is going to go straight to the goalkeeper. No problems whatsoever for Kitana. കീർത്തനയുടെ ഒരു ബോൾ കളക്ഷൻ, അതിനുശേഷം ഒരു ലോങ് കിക്ക്.
വീണ്ടും അപകടം ഒഴിവായിട്ടില്ല. അവിടെ കൃത്യമായി 4 vs 3 എന്ന ഒരു സ്ഥിതിവിശേഷം. ഇപ്പോൾ വീണ്ടും കൂടുതൽ കളിക്കാരികൾ പുറകിലേക്ക് ഇറങ്ങി ഡോൺ ബോസ്കോയെ സഹായിക്കുന്നു. അതേപോലെ തന്നെ 5 പേരോളം മുന്നോട്ട് കയറി കളിക്കുന്ന ട്രാവൻകൂർ റോയൽസ് കാണാം. ഡിഫൻസിലെ 4 പേരും കൃത്യമായി തന്നെ ട്രാവൻകൂർ റോയൽസിന്റെ ഡിഫൻസ് ഏരിയയിൽ. അതേ അവസ്ഥ തന്നെയാണ് ഡോൺ ബോസ്കോയുടെയും. 1 ടച്ച് പാസുകൾ കീർത്തനയിലേക്ക്. അത് ഒരു അപകടവും ഉണ്ടാക്കുന്നില്ല. പുറകിലേക്ക് ഇറങ്ങി തങ്ങളുടെ ടീമിനെ സഹായിക്കുന്ന ഇരു ടീമിന്റെയും കളിക്കാർ. 1 ടച്ച് പാസസ്. മെനോലിയ ഇടതുവശത്തു നിന്നും ഗോൾ കീപ്പർ കീർത്തനയിലേക്ക്. ഒരു ത്രോയിൻ. സന്ധ്യ. ക്രിസിന്റെ ത്രൂ പാസ് ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു. സന്ധ്യ നല്ല രീതിയിലുള്ള ഒരു കൺട്രോൾ. അശ്വതി, വിനോദിനി ബോളുകൾ കൈമാറിക്കൊണ്ടുള്ള ട്രാവൻകൂർ റോയൽസിന്റെ മധ്യനിരയിലെ കളി. മെനോലിയ, അശ്വതി പി. പക്ഷേ അത് കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്ത് ബോൾ പൊസിഷൻ ഡോൺ ബോസ്കോയിലേക്ക്. ത്രൂ പാസ്. നല്ലൊരു അവസരം ഡോൺ ബോസ്കോയ്ക്ക് കടന്നു കയറാനുള്ള അവസരം. പക്ഷേ യാതൊരു പഴുതും അനുവദിക്കുന്നില്ല. വെമ്പരസി, വിജയലക്ഷ്മി മാൻ ടു മാൻ മാർക്കിംഗ് എന്ന് തന്നെ പറയണം. വിജയലക്ഷ്മി പന്തെടുക്കുമ്പോഴെല്ലാം കൃത്യമായി കളിക്കാരികൾ കൂടെയുണ്ട്. ഡോൺ ബോസ്കോയുടെ ഡഗ് ഔട്ടിൽ വളരെ പ്രഷർ ഉള്ള ഒരു സ്ഥിതിവിശേഷം. നാദിയ, അതൊരു ഒഫൻസ്. മേഘന, സബ്സ്റ്റിറ്റ്യൂഷൻ. ജേഴ്സി നമ്പർ 15 ഡോൺ ബോസ്കോ, സൗപർണിക. വിനോദിനി, ക്ഷമിക്കണം, അശ്വതി. കാർത്തിക മാക്സിമം സമയം എടുത്തുകൊണ്ട് കളിക്കുകയാണ് ഇപ്പോൾ. 72 മിനിറ്റുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഡോൺ ബോസ്കോ മെഡിക്കൽ സഹായം ആവശ്യപ്പെടുന്നു. കാർത്തികയാണത്, അവരുടെ ഡിഫൻസിലെ ശക്തമായ കളിക്കാരി. നാദിയ നികത്തിന്റെ ഒരു ശ്രമം. അത് സോണയുടെ ഗോളാണ് നമ്മളിപ്പോ കണ്ടത്. ജേഴ്സി നമ്പർ 19 സോണ പോസ്റ്റിൽ ലക്ഷ്യം വെച്ചത് ഒരു കർവിംഗ് ഷോട്ടിലൂടെ ഗോൾ പോസ്റ്റിലേക്ക്. തീർച്ചയായും ഗോൾ കീപ്പർക്ക് കണക്കൂട്ടലുകൾ തെറ്റിപ്പോകുന്ന ഒരു കിക്ക്. കാർത്തികയ്ക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. ഡിഫൻസില് വളരെ ശക്തമായി കളിക്കുന്ന ഡോൺ ബോസ്കോയുടെ കളിക്കാരി. കാർത്തിക കാഴ്ചയിൽ വളരെ മെലിഞ്ഞ രൂപപ്രകൃതിയാണെങ്കിലും നല്ല നല്ല ക്ലിക്കുകൾ എടുക്കുന്ന കാര്യത്തിൽ വിദഗ്ധ. ഡ്രോപ്പിൻ. പെനാൽറ്റി ഏരിയയിൽ ഒരു ഡ്രോപ്പിൻ വന്നാൽ അത് ഗോൾ കീപ്പർക്ക് കൈമാറണം എന്നാണ് പുതിയ നിയമം. ലോങ് കേക്ക്. അശ്വതിയുടെ ഇടപെടൽ അതൊരു ചലഞ്ചായി മാറി. ഒരു പരിക്കാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. സോണയാണെന്ന് തോന്നുന്നു. തുടർച്ചയായ പരിക്കുകൾ ഡോൺ ബോസ്കോയ്ക്ക് അവസാന മിനിറ്റുകളിൽ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ.
75ാമത് മിനിറ്റിലേക്ക് കളി പുരോഗമിക്കുന്നു. 2-1 എന്ന നിലയിൽ ഡോൺ ബോസ്കോ ഫുട്ബോൾ അക്കാദമി മുന്നിട്ട് നിൽക്കുകയാണ്. ട്രാവൻകൂർ റോയൽസ് വളരെ ഈ ടൂർണമെന്റിലെ ശക്തമായ സാന്നിധ്യം എന്ന് പറയാവുന്ന ഒരു ടീം. ആദ്യ പാദത്തിൽ 3-1 ഡോൺ ബോസ്കോയെ അവർ പരാജയപ്പെടുത്തിയത്. അന്നത്തെ മത്സരത്തിൽ തീർച്ചയായും നിറം മങ്ങിപ്പോയ ഒരു ഡിഫൻസീവ് നിരയായിരുന്നു ഡോൺ ബോസ്കോയുടേതെങ്കിൽ ഇന്ന് ശക്തമായി കളിക്കുന്ന ഒരു ഡിഫൻസ് നിരയും മധ്യനിരയും. എന്നാൽ മുന്നേറ്റ നിരയിൽ അവർക്ക് അവരുടെ മികച്ച താരം സംഗീതയെ നഷ്ടമായിട്ടും നല്ല രീതിയിൽ അവർ പ്രകടനം കാഴ്ചവെക്കുന്നു. പക്ഷേ അവസാന 15 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ കാർത്തികയ്ക്ക് പറ്റിയിരിക്കുന്ന ഒരു പരിക്ക് ഗൗരവമാണോ ഉള്ളതെന്ന് അറിയില്ല. ഡിഫൻസിൽ വിശ്വസിക്കാവുന്ന ഒരു കളിക്കാരിയാണ് കാർത്തിക. പുറകിലേക്ക് ഇറങ്ങി ടീമിനെ സഹായിക്കുന്ന ഡോൺ ബോസ്കോ. നാദിയ, അഞ്ജലി ഒരു ത്രോ ഇൻ വഴങ്ങുന്നു. സ്കോർ ലൈൻ കേരള വുമൺസ് ലീഗിന്റെ 28ാമത് മത്സരം. ഇനി ഈ ടൂർണമെന്റിൽ ശേഷിക്കുന്നത് 2 മത്സരങ്ങൾ മാത്രം. അത് തിങ്കളാഴ്ച 4 മണിക്കും 6:30ക്കുമായി നടക്കും. ആദ്യ മത്സരത്തിൽ ട്രാവൻകൂർ റോയൽസ് കേരള യുണൈറ്റഡിനെ നേരിടുമ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ ഗോകുലം കേരള ഡോൺ ബോസ്കോയെ നേരിടുന്നു. തീർച്ചയായും ഗോകുലത്തിന് ആ മത്സരം പ്രാധാന്യമുള്ള ഒന്ന് അല്ല. അവർ നിലവിൽ തന്നെ ജേതാക്കളായി കഴിഞ്ഞു. പക്ഷേ എല്ലാ മത്സരങ്ങളും വിജയിച്ച ഖ്യാതിയുമായി മുന്നോട്ട് പോകാനായിരിക്കും അവർ ശ്രമിക്കുക. 30 മത്സരങ്ങൾ ഉണ്ടായിരുന്ന ഈ ടൂർണമെന്റ് ഇത്ര ഭംഗിയായി 28 മത്സരവും കംപ്ലീറ്റ് ചെയ്യുന്നു. വളരെ എടുത്തു പറയേണ്ട ഒരു കാൽവയ്പാണ് കേരള ഫുട്ബോൾ അസോസിയേഷനും സ്കോർ ലൈൻ സ്പോർട്സും നടത്തിയിരിക്കുന്നതിന്റെ. ഇതിന്റെ എല്ലാ മാച്ചുകളും തത്സമയം പ്രക്ഷേപണം സ്പോർട്സ് കാസ്റ്റ് ഇന്ത്യയിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെട്ടു. അത് തന്നെ ഒരു വലിയ നേട്ടമായി വേണം കരുതാൻ. ഈ കളിക്കാരികളെല്ലാം കേരളം അറിഞ്ഞു കഴിഞ്ഞു, അതുപോലെ തന്നെ ഇന്ത്യ അറിഞ്ഞു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഇവരുടെ എല്ലാം കഴിവുകൾ സ്കൗട്ടേഴ്സ് വാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. ഇവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ തുറന്നു വരും. ഇതിനു മുമ്പ് സീനിയർ സ്റ്റേറ്റ് വുമൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പും സ്പോർട്സ് കാസ്റ്റ് ഇന്ത്യയിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെട്ടിരുന്നു. അതിന്റെ ഫലമായാണ് ഈ പ്രൊഫഷണൽ ക്ലബ്ബുകളിലേക്ക് അതിൽ കളിച്ച പല കളിക്കാരികളും എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ ഇനി നമ്മുടെ ഇന്ത്യൻ വുമൺസ് ലീഗിലേക്ക് ഈ കളിക്കാരികൾക്കെല്ലാം അവസരങ്ങൾ ലഭിക്കാൻ പോകുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ ട്രാവൻകൂർ റോയൽസിന് വേണ്ടി ജേഴ്സി നമ്പർ 15 ആരതി ജേഴ്സി നമ്പർ 6 വെമ്പരസിയാണ് പിൻവലിക്കുന്നത്. വീണ്ടും ട്രാവൻകൂർസ് റോയൽസിന്റെ ഏരിയയിലേക്കുള്ള ഡോൺ ബോസ്കോയുടെ കടന്നുകയറ്റത്തിലുള്ള ശ്രമം. പക്ഷേ അല്പം ഡിഫൻസീവായി കളിക്കുന്നുണ്ടോ ഡോൺ ബോസ്കോ എന്ന് പോലും തോന്നുന്നു. കാരണം നാദിയ പുറകിലേക്ക് ഇറങ്ങിയാണ് അധികം നേരം കളിച്ചിടുന്നത്. പക്ഷേ ഇനിയുള്ള 10 മിനിറ്റ് വളരെ നിർണായകം എന്ന് തന്നെ പറയണം. ക്രിസ് മരിയ സജു, തൃശൂർ സ്വദേശിനി, മനോഹരമായി ഡിഫൻസിൽ കളിക്കുന്ന ഒരു കളിക്കാരി.
വളരെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യുന്നു ഡോൺ ബോസ്കോ. അപകടം ഒഴിവായിട്ടില്ല. ത്രൂ പാസ്, ഓഫ് സൈഡ്. മനോലിയ ഇടതുവശത്ത്, മനോലിയ ഓഫ് സൈഡിലാണെന്ന് അസിസ്റ്റന്റ് റഫറി മുസമ്മൽ. Another flag went up against Minolia. She's been subdued in the second half, not been eventful. So as Vijay Lakshmi knocked out of their strides Travancore Royals by Don Bosco Football Academy. 10 minutes left. Nadia Nigat takes it into her stride. Try to roll it down the line. She will win a throw-in. A win here at Don Bosco Football Academy, a confirmed runners-up in the scoreline Kerala Women's League 2021. And Arthi cushions it behind. A long clearance brought down by Ashwati. Bentila Dicot, as you can see near the touch line, barking out instructions, asking her players to maintain the shape. Nicely done there though. Trying to control Santhia, cleverly wins the throw-in. They got to increase the tempo. Maybe tired legs around. Vinothini. Vinothini keeps hold of the ball. Looks up. Finds Minolia. Minolia's pass is intercepted. Arya turns. Oh, nicely done there. Two players eliminated in a blink on that half turn. Crisp move forward from Don Bosco. A high interception. The free kick goes against Don Bosco then. Sub is getting ready. It's gonna be the number 35 for Travancore Royals, Ashwani. A firm header away. Chested down by Vinothini. And now lofting it over the top for Minolia. Don Bosco player is down. Minolia gets that extra yard. Crosses into the side netting. Injury to a Don Bosco player. She is clutching her hamstring. Very unfortunate. The medical team comes in as well. The way she went to the ground, the way she landed, it looked awkward. That's the confirmation of the change. Ashwani replacing Santhia. എൺപത്തി നാലാമത് മിനിറ്റിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ട്രാവൻകൂർ റോയൽസ് നടത്തി ഈ മത്സരം വീണ്ടും തങ്ങളുടെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ മുഹമ്മദ് റാഫിയെ കാണാം. മുഹമ്മദ് റാഫിക്ക് ഈ മത്സരഫലം വളരെ നിർണായകമാണ്. ഈ മത്സരം ഡ്രോയിൽ അവസാനിക്കുകയാണെങ്കിൽ മുഹമ്മദ് റാഫിക്ക് ഇനിയും സാധ്യതകളുണ്ട്. പക്ഷേ മത്സരം തീരാൻ 6 മിനിറ്റുകൾ കൂടി ബാക്കി. തീർച്ചയായും കേരള യുണൈറ്റഡിന്റെ കോച്ചിന് ഇത് വളരെ നിർണായകം തന്നെ.
ഇത് മത്സരം ഡ്രോയിൽ അവസാനിക്കുകയാണെങ്കിൽ കേരള യുണൈറ്റഡിന് ഇനിയും അവസരങ്ങളുണ്ട്. Mohammad Rafi, the head coach of Kerala United, is on the stands. He's keeping an eye on this game because they take on Travancore Royals next on Monday. That is going to be a 4 p.m. kickoff, followed by the last game of the season, going to be between the champions Gokulam Kerala and runners-up Don Bosco Football Academy. And Nadia Nigat almost squeezing past a couple of players, finding her player as well. And Nadia Nigat gets the ball back. She was pulled down. Tirtha Lakshmi lining this one up. Tirtha Lakshmi pumps it into the penalty area, headed away by Ashwati. Not getting enough distance on the clearance. This might fall kindly for Meghna. The ball spins back and away from Nadia Nigat, who is chasing. She lost her balance, and now coming away with the ball is Travancore Royals. Can they hit Don Bosco on the counter? Attempted through ball. This is where she excels. Still keeps going. Vijay Lakshmi. Vijay Lakshmi onto her left foot. Now the opportunity is lost. And almost catching Don Bosco. Last few entertaining minutes. Chris Murray, the right full back, passes it. മത്സരം 87ാമത് മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. 2-1 എന്ന നിലയിൽ ഡോൺ ബോസ്കോ മുന്നിട്ട് നിൽക്കുന്നു. വളരെ നിർണായകമായ ഒരു മത്സരത്തിന്റെ അവസാന നിമിഷങ്ങൾ. ത്രോയിൻ, ഫൗൾ ത്രോ ആയിരിക്കുന്നു. ട്രാവൻകൂർ റോയൽസ് വളരെ ധൃതിയിൽ തന്നെ കളിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവസാന 3 മിനിറ്റുകൾ ബാക്കി. ആഡഡ് ടൈം കൂടി നോക്കിയാൽ വളരെ കുറച്ച് സമയം മാത്രം. നാദിയ നിഗത് ബോളിന് വേണ്ടിയുള്ള ഒരു ശ്രമം. മിഡ്ഫീൽഡിൽ നിന്നും ലോങ് കിക്ക്. സോന ലോങ് കിക്ക്, പക്ഷേ അത് ഗോൾ കിക്കിൽ കലാശിക്കുന്നു. വളരെ ഈ മത്സരത്തിന്റെ ഗൗരവം കളിക്കാരികളുടെ പ്രവൃത്തികളിൽ കാണാം. വളരെ പെട്ടെന്ന് തന്നെ കിക്കെടുക്കാൻ ശ്രമിക്കുന്ന ട്രാവൻകൂർ റോയൽസിന്റെ കളിക്കാരികൾ. ക്രിസിനെ അത് കൺട്രോൾ ചെയ്യാൻ സോണയ്ക്കായില്ല. സോണയുടെ ടേണിംഗ്. സമയം കളഞ്ഞെടുക്കുക എന്ന ഒരു തന്ത്രമാണ് പ്രയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ത്രോയിൻ ഡോൺ ബോസ്കോയ്ക്ക് അനുകൂലമായി. ഇനിയും റെഗുലർ സമയം അവസാനിക്കാൻ 2 മിനിറ്റ്. അശ്വതി, അപകടം ഒഴിവാകുന്നില്ല. ആര്യയുടെ കിക്ക് ഒരു ഫീബിൾ ഷോട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സംഗീതയ്ക്ക് അത് യാതൊരു ബുദ്ധിമുട്ടൊന്നും കൂടാതെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞു. നാദിയ നിഗത്, നാദിയുടെ മുന്നോട്ടുള്ള ഒരു ത്രൂ പാസ്. ത്രോയിൻ. തീർച്ചയായും ഈ മത്സരം ഈ ടൂർണമെന്റിലെ തന്നെ മികച്ച മത്സരങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്.
ഇതിനു മുമ്പ് ഇതേപോലെ ഒരു മത്സരം നടന്നത് കേരള യുണൈറ്റഡും ട്രാവൻകൂർ റോയൽസും തമ്മിലുള്ളതായിരുന്നു. നല്ലൊരു അവസരം മുന്നോട്ട്, പക്ഷേ അത് മേഘനയ്ക്ക് പോസ്റ്റിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞില്ല. പെനാൽറ്റി ഏരിയയിലേക്ക് കടന്നു കയറിയ മേഘനയ്ക്ക് അത് ഒരു കടുത്ത ചലഞ്ചായിരുന്നു. വലിയ ഒരു ഇഞ്ചുറിക്ക് സാധ്യതയുള്ള ഒരു ചലഞ്ചായിരുന്നു എന്ന് തോന്നുന്നു. 4 മിനിറ്റാണ് ആഡഡ് ടൈം. റെഗുലർ സമയം അവസാനിക്കുമ്പോൾ 4 മിനിറ്റ് ആഡഡ് ടൈം. അവരുടെ സൗപർണിയയ്ക്കാണ് അപകടം സംഭവിച്ചത്. അതുല്യ, ജേഴ്സി നമ്പർ 5, അതുല്യ KV, ലോങ് കിക്ക്. പക്ഷേ കൃത്യമായി ഗോൾ കീപ്പർ സംഗീത, ഹരിയാന സ്വദേശിനി, ലോങ് കിക്ക്. ബോളുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ലോങ് കിക്കിലൂടെ അപ്പുറം എത്തിക്കുന്ന ഒരു രീതിയാണ് മിക്ക ടീമും പ്രയോഗിക്കുന്നത്. നല്ലൊരു ഇന്റർസെപ്ഷൻ, ത്രൂ പാസ്. ഗോൾ കീപ്പർ മുന്നോട്ട് കയറി അപകടം ഒഴിവാക്കുന്നു. ഡോൺ ബോസ്കോ 2 കളിക്കാരികളെ വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് കാണാം. അതുല്യ ബോളിന് വേണ്ടിയുള്ള ശ്രമം. ആര്യ, മനോലിയ ഇടതുവശത്തുകൂടെ, പക്ഷെ അവിടെ അഞ്ജലിയുണ്ട്. വിശ്വസ്തയായ കാവൽ ബഡ എന്ന് പറയാവുന്ന ഒരു കളിക്കാരി. ഇപ്പോഴും അപകടം ഒഴിവായിട്ടില്ല. മിനോലിയ മാൻ ടു മാൻ മാർക്കിംഗ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഡിഫൻഡിങ്. സോന ബോളുമായി മുന്നോട്ട്. ക്രിസ് കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. നല്ല രീതിയിലുള്ള നല്ലൊരു പാസ് വിനോദിന്, അശ്വതിക്ക്. അശ്വതിയിൽ നിന്നും വീണ്ടും അശ്വതി. സൗപർണിക, വിനോദിനി. വിനോദിനിയുടെ ത്രൂ പാസ് ഒരു ത്രോയിനിലേക്ക് അടിച്ച് അപകടം ഒഴിവാക്കുന്നു. ഒരു ത്രോയിൻ ട്രാവൻകൂർ റോയൽസിന് അനുകൂലമായി. ഓഫൻസ് അല്ല എന്നാണ് റെഫറി ഫഹദ് യൂസഫ്. ലോങ് കിക്ക് ഗോൾ പോസ്റ്റിനെ ലക്ഷ്യം വെച്ച്, പക്ഷേ അത് നല്ല വ്യത്യാസത്തിൽ പെനാൽറ്റി ഏരിയയിൽ. ഗോൾ കീപ്പർ കീർത്തന 43ാമത് മിനിറ്റിൽ. സോഹൻ, just only 1 minute. Yeah, just 1 minute left for Don Bosco to hold on to this lead. Travancore Royals still waiting for that one incisive pass that can get them the equalizer. Maybe this is the one for Ashwani. Cleared away. Throw in for Travancore Royals. Last few seconds left. And Ashwani taking her time. Now she will look to deliver this one straight into the box. She keeps going. Low ball in. Cleared away. And a long shot. It's headed away by Anjali. The last 30 seconds. This time coming over the top. And Kirtana. A safe pair of hands. The last 20 seconds. And the countdown begins for Don Bosco. അവസാന സെക്കൻഡുകളിൽ എന്തു സംഭവിക്കുമെന്ന് അറിയാൻ വളരെ ആകാംക്ഷാഭരിതരമാണ്. തീർച്ചയായും ഈ മത്സരഫലം ഡോൺ ബോസ്കോയ്ക്ക് വളരെ പ്രധാനപ്പെട്ടത്. അതേപോലെ തന്നെ ട്രാവൻകൂർ റോയൽസിനും മത്സരം അവസാനിപ്പിച്ചുകൊണ്ട് റഫറി ഫഹദ് യൂസഫിന്റെ വിസിൽ. 2ാം സ്ഥാനം കൈപ്പിടിയിൽ ഒതുക്കിയതിന്റെ ആവേശത്തോടെ ഡോൺ ബോസ്കോ ആശ്വാസം ഡഗ്ഔട്ടിൽ. 19 പോയിന്റോടെ ഈ ടൂർണമെന്റിൽ
രണ്ടാം സ്ഥാനം ഡോൺ ബോസ്കോ കരസ്ഥമാക്കിയിരിക്കുന്നു. ട്രാവൻകൂർ റോയൽസിനും കേരള യുണൈറ്റഡിനും ഓരോ മത്സരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇനി ഈ ഗോൾ പോയിന്റ് നിലയിലേക്ക് എത്താൻ ട്രാവൻകൂർ റോയൽസിനാകില്ല. അതുപോലെ തന്നെ കേരള യുണൈറ്റഡിനും ട്രാവൻകൂർ റോയൽസിന് ഇപ്പോൾ നിലവിൽ 15 പോയിന്റ്. അടുത്ത മത്സരം വിജയിച്ചാൽ പോലും 18 പോയിന്റിൽ എത്താനാണ് സാധിക്കൂ. അതുപോലെ തന്നെ കേരള യുണൈറ്റഡിന് 14 പോയിന്റ്. അടുത്ത മത്സരം വിജയിച്ചാലും 17 പോയിന്റിൽ എത്താൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഡോൺ ബോസ്കോയ്ക്ക് 9 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 6 വിജയത്തോടെ 19 പോയിന്റോടെ ഈ ടൂർണമെന്റിലെ രണ്ടാം സ്ഥാനക്കാർ എന്ന ബഹുമതി ലഭിച്ചു കഴിഞ്ഞു. ഇനി തിങ്കളാഴ്ച ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരും തിങ്കളാഴ്ച നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഏറ്റുമുട്ടും. അത് ഒരു ഫൈനൽ പ്രതീതി തന്നെയാണ് അതിന് ഉണ്ടാക്കുന്നത്. ഒന്നും രണ്ടാം സ്ഥാനക്കാർ തമ്മിലുള്ള ഒരു സൂപ്പർ മാച്ച് ആയിരിക്കും അത്. Sohan, it will be a super match, no? On I Monday. think Don Bosco, they are confirmed second, and Gokulam Kerala already champion. Yes. So it's going to be more of a friendly match than anything else. And Travancore Royals, they have their third spot to defend against United. And as things stands here, it's Don Bosco Football Academy 2, Travancore Royals 1, and that is the match stat. Both the teams equal in terms of keeping possession of the ball, and nearly equal as well in terms of taking shots. Don Bosco Football Academy is slightly ahead, but the shots on target, that is what all make the difference this evening. 8 shots on target for Don Bosco, 4 from Travancore Royals, 3 corners, committed the most number of fouls. That's the only column where Travancore Royals is leading against Don Bosco in match stats. So thanks for joining us here on the YouTube channel of SPORTSCAST India. Hope you enjoyed the live telecast of the Kerala Women's Leagues, the match between Don Bosco Football Academy and Travancore Royals. Good night from Thrissur. തീർച്ചയായും മത്സരഫലം ഡോൺ ബോസ്കോയ്ക്ക് അനുകൂലമായി. അവർ ഈ ടൂർണമെന്റിലെ രണ്ടാം സ്ഥാനക്കാരായെങ്കിലും എടുത്തു പറയേണ്ട ഒരു ടീമാണ് ട്രാവൻകൂർ റോയൽസ്. ആദ്യ മത്സരത്തിൽ ലൂക്കായെ 22 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി വന്ന ടീം മറ്റു മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എടുത്തു പറയാതെ വയ്യ അവരുടെ പ്രകടനങ്ങളെ. അതുപോലെ അവരുടെ വിജയലക്ഷ്മി, വെമ്പരസി, വിനോദിനി. നമുക്ക് ആദ്യ ഗോൾ കാണാം. ലോങ് കിക്ക് സോനയുടെ ഗോൾ കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ കൃത്യമായി ഗോൾ പോസ്റ്റിലേക്ക്. 25ാമത് മിനിറ്റിൽ വീണ്ടും 41ാമത് മിനിറ്റിലുള്ള ഒരു ഗോൾ. ആദ്യ ബൗൺസ് ഗോൾ കീപ്പറുടെ മുന്നിൽ, അതിനുശേഷം തലയ്ക്ക് മുകളിലൂടെ വീണ്ടും ഗോൾ കീപ്പർക്ക് കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഒരു ഗോൾ സോണയുടെ. അങ്ങനെ 2-1 എന്ന ലീഡിൽ ആദ്യ പാദത്തിൽ ട്രാവൻകോറിനോട് ഏറ്റ പരാജയത്തിന് മറുപടി നൽകിക്കൊണ്ട് ഡോൺ ബോസ്കോ ഈ ടൂർണമെന്റിലെ തന്നെ രണ്ടാം സ്ഥാനക്കാരായി മാറിയിരിക്കുകയാണ്. ആദ്യ പാദത്തിൽ 3-1 ട്രാവൻകൂർ റോയൽസ് വിജയിച്ചെങ്കിൽ രണ്ടാം പാദത്തിൽ 2-1 ഡോൺ ബോസ്കോ വിജയിച്ചിരിക്കുകയാണ്. ആ വിജയം അവർക്ക് ഈ ടൂർണമെന്റിലെ രണ്ടാം സ്ഥാനക്കാരെന്ന ബഹുമതി 9 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നൽകി കഴിഞ്ഞു. കാരണം 19 പോയിന്റ് അവർ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു, 6 വിജയങ്ങൾ. എന്നാൽ ട്രാവൻകൂർ റോയൽസ് 9 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 15 പോയിന്റോടെ 3-ാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. അവർക്ക് ഒരു മത്സരം കൂടി കേരള യുണൈറ്റഡുമായിട്ടുണ്ട്. എങ്കിൽ പോലും അവർക്ക് ആ മത്സരം വിജയിച്ചാൽ പോലും 18 പോയിന്റിലെത്താനേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കേരള യുണൈറ്റഡിന് 14 പോയിന്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് അടുത്ത മത്സരം വിജയിച്ചാലും അവർക്ക് 17 പോയിന്റ് നേടാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റിലെ 1-ാം സ്ഥാനക്കാരെ 2-ാം സ്ഥാനക്കാരെ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത 2 മത്സരങ്ങൾ തിങ്കളാഴ്ച 4 മണിക്ക് കേരള യുണൈറ്റഡ് ട്രാവൻകൂർ റോയൽസുമായി ഏറ്റുമുട്ടുന്നു. അതുപോലെ 6:30 ഫൈനൽ മത്സരത്തിൽ 1-ാം സ്ഥാനക്കാരായ ഗോകുലം കേരള FC-യും 2-ാം സ്ഥാനക്കാരായ ഡോൺ ബോസ്കോയും ഏറ്റുമുട്ടുന്നു. സ്കോർലൈൻ കേരള വുമൻസ് ലീഗിന്റെ 28 മത്സരങ്ങളും പൂർത്തിയാകുമ്പോൾ നല്ല ഒരു മത്സരം കാഴ്ചവെച്ച ഇരു ടീമുകൾക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ
ഈ മത്സരം വീക്ഷിച്ച നിങ്ങൾക്കെല്ലാവർക്കും എന്നോടൊപ്പം ശ്രീ സോഹൻ പൊതാറിന്റെയും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് വിടവാങ്ങട്ടെ. താങ്ക് യു ഓൾ. നന്ദി, നമസ്കാരം.